നമ്മള് കവാമായിരിക്കണം എന്ന് പറഞ്ഞാൽ തീരെ ഫോൺ ഉപയോഗിക്കണ്ടെന്ന് ഈ കാലത്തെ കുട്ടികളോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ ഉപയോഗിക്കുന്നത് ഇസ്ലാമാവുക. ക്ലാസ്സുകൾ കേൾക്കാന്, തജ്വീദ് പഠിക്കാന്, ഖുർആൻ പഠിക്കാന്, വഅള് കേൾക്കാന്, നല്ല ആശയങ്ങളുള്ള കഥകൾ കേൾക്കാന്, അത്തരം ധാരാളം സംവിധാനങ്ങൾ യൂട്യൂബിലും മറ്റു സംവിധാനങ്ങളിലൊക്കെ ഉണ്ട്. അത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക. നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുക. അതാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. എന്നാലേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആക്കിയിട്ട് ഒന്നും ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യം ഇല്ല. ഏതായാലും കുട്ടികൾ സ്ക്രീന് നോക്കും. ആ നോക്കുന്ന സ്ക്രീനിന്റെ ലോകം ഇസ്ലാമാവുക എന്ന് ചുരുക്കം. ഇതാണ് ഒന്നാമത്തെ പ്രശ്നത്തെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിന്റെ ആശയം. രണ്ടാമത്തത്, നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മെന്റൽ ഹെൽത്ത് ആൻഡ് ഇമോഷണൽ വെൽബീയിങ് എന്ന് പറയുന്നത്. പെട്ടെന്ന് പതറിപ്പോവുക എന്ന് പറയുന്നത് പുതിയ കുട്ടികളുടെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് ആത്മഹത്യ കൂടുന്നത്. സംഭവം അതിന് പേര് റാഗിങ് എന്നൊക്കെ ആണെങ്കിലും പണ്ടുള്ള കുട്ടികളെ അടിച്ച് പരിപ്പെടുത്തിട്ടുണ്ടാവും. ഉപ്പ ഒന്നും ചെയ്യൂല. പിന്നെ ഉപ്പാനോട് പിന്നെ ഉപ്പ ഇന്ന് ഐസ് വാങ്ങാൻ എന്തൊക്കെ തരുമെന്ന് ചോദിക്കും. ഇപ്പോഴത്തെ കുട്ടികൾ വേഗം ഡൗൺ ആവും. കാരണം അവർക്ക് തോൽക്കാൻ അറിയില്ല, അഥവാ ജീവിക്കാൻ അറിയില്ല. അവര് ജീവിക്കാൻ അറിയാതെ വളർന്നു വന്ന കുട്ടികളാണ്. തോൽക്കാൻ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരാൾ വിജയിക്കുക എന്ന് പറയുന്നത് എമിലി ഡിക്കൻസന്റെ ഒരു കവിതയിലുണ്ട്. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹു നെവർ സക്സീഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന സാധനത്തിന്റെ പേരാണ് വിജയത്തിന്റെ മധുരം എന്ന് പറഞ്ഞാൽ. കുറെ ഉറക്കൊഴിഞ്ഞ് അധ്വാനിച്ച്, അപ്പൊ കുറെ കഷ്ടപ്പെടുന്നുണ്ട്. അതിന് ജീവിതത്തിൽ കുറെ രാത്രികൾ കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ടാണ് ഒരാൾ ജയിക്കുക. പുതിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ജയിക്കാൻ മാത്രം പഠിച്ച കുട്ടികളായതുകൊണ്ട് ഒരു തോൽവി, ഒരു ടെൻഷൻ, ഒരു വർത്താനം ആവുമ്പോഴേക്ക് ആത്മഹത്യ. കുറെ കൂടി ആ വിഷയം നല്ല പഠനത്തിന് CB തോമസ് എന്ന IPS ഉദ്യോഗസ്ഥൻ എഴുതിയ DC ബുക്സ് പ്രസിദ്ധീകരിച്ച മലയാളി ഇങ്ങനെ മരിക്കണോ എന്ന പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ കുട്ടികൾ വേഗം തോറ്റു പോവാണ്, വേഗം ഡൗൺ ആവുകയാണ്. പണ്ടൊക്കെ ഒരു കുട്ടീനെ നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ നിന്നോ ടൗണിൽ നിന്നോ പിടിച്ചു കൊണ്ടുവന്നിട്ട് റൂമിൽ പൂട്ടിയിട്ടാൽ അൽഹംദുലില്ലാ ഓനെ ഇനി ഏടി പോകില്ലെന്ന് പേടിയില്ല. ഇപ്പൊ ഒരുത്തൻ റൂമിൽ നിന്ന് പൂട്ടിയിട്ട് ഉള്ളിൽ നിന്ന് പൂട്ടിയാൽ നമുക്ക് മരണപ്പേടിയാവാനുള്ള കാരണം ഓൻ എന്തെങ്കിലും ചെയ്തക്കോ എന്നുള്ളതാണ്. തമ്മിലെ വ്യത്യാസം അതാണ്. മെന്റൽ ഹെൽത്ത് കുറഞ്ഞുപോയി. പതറുന്ന മനസ്സാണ് കുട്ടികളുടെ. ഒരു വാക്കൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് അധ്യാപകർക്കും കുട്ടികൾ പിന്നെ രക്ഷിതാക്കൾക്കൊക്കെ ഭയങ്കര പേടി ഇങ്ങനെ പറയല് എന്നുള്ളത്. അത് ചിലപ്പോൾ ചില സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയാൽ പരിഹാരമാവും എന്നൊക്കെ തോന്നുന്നത് നമുക്ക് വെറുതെ തോന്നുകയാണ്. കുട്ടികൾ പിന്നെയും തുടങ്ങും പഴയ പൊട്ടങ്ങൾ. ഈ ഭൗതിക പരിഹാരത്തിലേക്ക് പോകും തോറും, ഉദാഹരണത്തിന് ഈ കുടുംബ ക്ലാസ് എടുക്കുന്ന ഏറെക്കുറെ ആൾക്കാരും കുടുംബമായിട്ട് തെറ്റിയിട്ടുണ്ടായാലും കാര്യത്തിൽ നിങ്ങൾ ഭാര്യയോട് ചൂടാവരുത്. മിക്കവാറും പോയപാട് ചൂടാവും ഭാര്യനോട്. അതെ, ഏതുപോലെ ഹേർട്ട് പേഷ്യന്റ് ആയ ഹൃദയമോ രോഗമുള്ള ഒരാൾക്ക് 10 ലക്ഷത്തിന്റെ ലോട്ടറി അടിച്ചു. അപ്പൊ അയാളോട് ഒറ്റയടിക്ക് പറഞ്ഞാൽ അയാൾക്ക് അറ്റാക്ക് ആവുമോ എന്ന് പേടിച്ചു. അപ്പൊ ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞു, ഞാൻ പറഞ്ഞോളാം, നമ്മൾ ഇങ്ങനത്തെ എത്ര കേസ് ഡീൽ ചെയ്തു. അയാൾ പോയിട്ട് നേരെ പറയേണ്ട ഇൻഡയറക്റ്റ് പറഞ്ഞു, നിങ്ങൾക്കൊരു 10 ലക്ഷം കുറി അല്ലെങ്കിൽ ലോട്ടറി അടിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾക്ക് 5 ലക്ഷം തരും. ഇത് കേട്ടോടെ ഇയാൾ അറ്റാക്ക്. ഇതാണ് പുതിയ ലോകം എന്ന് പറയുന്നത്. കാര്യം അതുകൊണ്ട് തന്നെ പ്രേമത്തിന്റെ കേസിൽ പെട്ടിട്ട് ആ പെൺകുട്ടിനെ നന്നാക്കാൻ ഒരാളെടുത്ത് കൊണ്ടുപോയാൽ അയാളും ഈ പെണ്ണും പ്രേമാകുന്ന കാലാണ് ഇപ്പോ. ഇപ്പൊ ഫുള്ള് ഉൾട്ടല്ലേ. ബിരുദം എടുക്കുന്ന ഒരു സമ്മേളനത്തിന് ഒരു രക്ഷിതാവ് പോയപ്പോൾ ആ രക്ഷിതാവിന് അവിടുന്ന് ബിരുദം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ബിരുദം ഇങ്ങനെ ഏറും കളിയാണ്. ബിരുദം എന്തെല്ലാം ബിരുദം. ചിലപ്പോൾ പെൺകുട്ടികളെ ബിരുദം കണ്ട നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. കല്യാണത്തിന്റെ ബോർഡ് പുറത്ത് എഴുതിയിട്ടുണ്ടാവുമല്ലോ, അജ്മൽ പാവം, അഫ്സല വസ്ലി പാവം.
പാവ ഒരു കുട്ടി, ഒന്നുമില്ല. അതിന്റെ താഴെ ഉണ്ടാവും ബാഡ് ഫാത്തിമ ഫിദാൻ മർജാന പാപ്യ മാപ്യ പാപ്യ. എന്ത് ഈ ചെക്കൻ എന്നെ പുതിയാപ്പിളായിട്ട് കയറുമ്പോ എനിക്ക് എന്തോ ഒന്ന് പോയ പോലെ തോന്നും, വയറ്റിന്ന് ഫുള്ള് പോകും. ഞാൻ ഇതൊക്കെ പറയണത് എന്തിനാണ് നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് മെയിൻ ആയിട്ട് എന്താ കിട്ടേണ്ടത്? ഈ പ്രശ്നം നമ്മൾ ശരിക്കും പഠിക്കുക. മെന്റൽ ഹെൽത്ത് ഇല്ല, അവർക്ക് ഒരു ആരോഗ്യം ഇല്ല. അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കുക? രണ്ടാമത്തെ പ്രശ്നത്തിന് നമ്മൾ പരിഹരിക്കേണ്ടത് ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ. നമുക്ക് ഓവറോളായ, ലീഗലല്ല, ഓവറോളായ ഒരു വക്കീലുണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഗസാലി ഇമാമ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, കുട്ടികൾക്ക് ചെറിയ പ്രായം മുതൽ സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. എന്തിന്? ലിയൻഅരിസ ഫീഹി ഹുബ്ബ സ്വാലിഹീൻ. അവരുടെ മനസ്സിൽ സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് ഉറച്ചു നിൽക്കാൻ വേണ്ടി. അപ്പൊ അവരുടെ മനസ്സിൽ തവക്കുല്, മഹബത്ത്, ഇതൊക്കെ ഉറച്ചു നിൽക്കുന്ന രീതിയിൽ സ്വാലിഹീങ്ങളെ ചരിത്രം പറഞ്ഞു കൊടുക്കണം ചെറുപ്പത്തിലേ. ഇത് ഏറ്റവും നല്ലത് പറഞ്ഞു കൊടുക്കാൻ പെണ്ണുങ്ങളാണ്. ആണുങ്ങൾക്ക് അതാവില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കിതാബെന്ന് പറയണല്ല. കാരണം ഇപ്പൊ ഒരു കഥ പറഞ്ഞ അങ്ങനെ വിഷയത്താണ് അവൻ്റെ കഥ അന്നേരം തന്നെ കഴിയാൻ സാധ്യതയുണ്ട്. പെണ്ണുങ്ങൾക്കായിരിക്കും കുറച്ച് നല്ലത് എന്ന് എൻ്റെ ഒരു അഭിപ്രായം. ആണുങ്ങൾക്ക് ജീപേ, അതാണ് മെയിൻ, ക്യാഷ് ജീപേ ചെയ്യാം. ഇപ്പൊ ഒരു തങ്ങളെടുത്ത് പോയി വിചാരിക്കും. അപ്പൊ തങ്ങൾ പറയും ബദരീങ്ങളെ വലിയ 41 യാസീൻ ഓതിയാ മതി, അനുസരണക്കേടല്ലേ, അത് ശരിയായിക്കോളൂ. ആണുങ്ങൾ എന്താ തങ്ങളോട് പറയല്? തങ്ങളെ ഞാൻ തന്നെ ഓതണല്ല, ഭാര്യനെ കൊണ്ട് പഠിപ്പിച്ചാൽ മതിയല്ലോ. കേട്ടോ, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇതാവില്ല വഞ്ചന്മാരെ, വെറുതെ ഉഡായിപ്പാട് നിർത്തി വെച്ചത്. അടോ, പെണ്ണുങ്ങൾക്കായിരിക്കും കുറച്ചുകൂടി ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ 3 വയസ്സ് 3.5 4 വയസ്സ് മുതൽ തുടങ്ങണം സ്വാലിഹീങ്ങളെ ചരിത്രം പറഞ്ഞു കൊടുക്കാൻ. ഞാനിപ്പോൾ അടുത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി, ഞാൻ കുറേ ആശയങ്ങൾ പറയുന്നതിനേക്കാൾ ആ ഉദാഹരണം തത്തുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഒരു സുഹൃത്ത് ഷാർജയിലാണ് മൂപ്പരുടെ ഒരു മോൻ്റെ അനുഭവം. മൂപ്പരിക്ക് 2 കുട്ടികളുള്ള മൂത്ത മോനെ LKG-യിലുണ്ട് അത്ര, എന്ന് പറഞ്ഞാൽ കൂടിപ്പോയൊരു 4-5 വയസ്സിൻ്റെ ഇടയിൽ. അവൻ്റെ വീട്ടിൽ നിന്ന് ഒരു ടാബ് വീണ് അതിൻ്റെ സ്ക്രീന് പൊട്ടിയത്ര, സ്ക്രാച്ച് വന്നു. അപ്പോൾ എൻ്റെ വീട്ടുകാർ മൊത്തം ചോദിച്ചു ഇതാരാ പൊട്ടിച്ചത്? ഇവനാവാൻ സാധ്യതയില്ല, കാരണം ഇതൊന്ന് ചോട്ട മോനാണ്. ഈ പിന്നെ ടാബ് ഉണ്ടായിരുന്നത് ഒരു തട്ടിൻ്റെ മേലെയാണ്. എന്തായാലും ഇവൻ്റെ കൈ എത്തുന്ന ഒരു സ്ഥലത്തല്ലാത്തതുകൊണ്ട് ഇവനെ സംശയിക്കാനോ ചോദ്യം ചെയ്യാനോ നിന്നിട്ടില്ല. ഇവൻ്റെ ഉമ്മാൻ്റെ അനുജത്തിമാര്, ഇത് കണ്ണൂർ ജില്ലയിലാണ്, ഭാര്യ വീടാണ്. അപ്പോൾ ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്നയാണ്. ആ അർത്ഥത്തിൽ, ആ സിയാക്കിൽ ഈ ചരിത്രം കേട്ടാലേ ഇത് മനസ്സിലാവുള്ളൂ. മനസ്സിലായത്? അങ്ങനെ ഓൻ്റെ ഉമ്മാൻ്റെ അനിയത്തിന്, അഥവാ ഓൻ്റെ ഭാര്യൻ്റെ അനിയത്തിനൊക്കെ ഇങ്ങനെ കുറെ ആരും അല്ല എന്ന് പറയും. ഇവന്റെ ഭാര്യൻ്റെ ഉമ്മക്ക് ഭയങ്കര ചൂടായി, എത്തപ്പോ കഥ ഭയങ്കരമാണല്ലോ, ഇതപ്പോ ചെയ്തു. അപ്പൊ ഈ ചോട്ട മോനെ LKG സ്റ്റുഡന്റ് പറഞ്ഞത് ഞാനാണ് ഉമ്മാമാണ്. ഞാൻ എൻ്റെ ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് തട്ടിന്റെ മേലെ സ്റ്റൂള് വെച്ച് കയറുമ്പോൾ എൻ്റെ കൈ തട്ടിയിട്ട് വീണ് പൊട്ടിയതാണ്. അത് ശരിയാന്നല്ലേ? എന്നങ്ങനെ സത്യം പറയാൻ കാരണം ഉമ്മാമെല്ലാം മിന്നാന്ന് പറഞ്ഞ ജീലാനിത്തങ്ങളൊന്നും ആരോട് കളവ് പറഞ്ഞിട്ടില്ലാണ്. യെസ് യെസ്, കാലം എത്ര കഴിഞ്ഞാലും മഹാന്മാരെ ചരിത്രം ഉണ്ടത്. മുൻഗാമികളാണ് പറഞ്ഞു കൊടുക്കുന്ന. നമ്മൾ എത്ര പ്രശ്നമുള്ളവരാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് മുഹയ്യദ്ദീൻ തങ്ങളെ കുറിച്ചാണ്. എടാ മോനങ്ങനെ പൂച്ചനെ ഓടിക്കുക, മോൻ പൂച്ചനെ അടിക്കാൻ പോവാ, മോനിക്ക് വൈശേഖിനെ അറിയാം, മാമ ഒരു കഥ പറഞ്ഞുതരാ വരും. ആ സമയത്ത് പറഞ്ഞു കൊടുത്തവൻ്റെ മരണം വരെ ഒരു സഹജീവി സ്നേഹം അവൻ്റെ മനസ്സിൽ രൂപപ്പെടും. ബില്ലിനഫീസത്ത് മാല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാടുമ്പോൾ നഫീസ്, അത് എനിക്കറിയാം. പറഞ്ഞിട്ടെ മാമ ഒരു കഥ പറഞ്ഞിട്ട്, ഈ കഥയെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് പിന്നെ ഒരു കേൾക്കാൻ രസമുള്ള ആംബിയൻസ് ഉണ്ടാക്കിയിട്ടാ പറഞ്ഞു കൊടുക്കേണ്ടത്. വേഗം കുളിച്ച് കയറിയാൽ ഒരു കഥ പറഞ്ഞു തരും, ഓൻ പറയും കഥ വേണ്ട. ഓനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനത്തിന്റെ സമ്മാനമായിട്ട് കഥ പറഞ്ഞു കൊടുക്കരുത്. കഥ വേണോ വേണ്ടയോ? വേണ്ട, അത്രയല്ലേ പറയുള്ളൂ. ഇപ്പൊ ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ വിളിക്കും, നിങ്ങൾ ഇന്ന് നേരത്തെ വരോ ഇല്ലയോ? എന്തിനാ? എനിക്ക് കടക്കാനാ. ഭർത്താവ് എന്താ പറയും? കടന്നോ ചെയ്താനാണ്, അങ്ങനെയല്ലേ പറയും. അതേ സമയത്ത് ആ ഭാര്യന്റെ വിളി, ഒന്ന് വേഗം വരോ മുത്ത, എത്ര സമയം ഞാൻ കാത്തു. കണ്ട, അത് വന്നു പോകുമല്ലോ.
നിങ്ങൾക്ക് ഇന്ന് ഫുഡ് വേണോ വേണ്ടിയോ? അതെങ്ങനെ വയ്ക്കുന്നു? അല്ല, ഫുഡ് ആക്കിയിട്ട് വേസ്റ്റ് ആക്കാൻ എന്നെ കൊണ്ടാവില്ല, വേണമെങ്കിൽ വേണം, വേണമെങ്കിൽ വേണ്ടാന്ന് പറയും. അയാൾ എന്താ പറയല്? എങ്ങനെ ഞാൻ തിന്നോളാം, ഇനി എന്തെങ്കിലും ആക്കിക്കോ. ഉറപ്പല്ല. ഈ ആണുങ്ങൾ ചിരിക്കുന്നതിന്റെ കാരണം എന്താ? പറഞ്ഞു കൊടുക്കും, ഉസ്താദെ അപ്പുറത്തൊന്ന് കേൾക്കട്ടെ. അതിനല്ലേ ചിരിന്റെ താല്പര്യം. അങ്ങനെയാ പറയേണ്ടത്. ഞാൻ കാര്യമായിട്ട് സ്പെഷ്യൽ ഫുഡ് ആക്കിയത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, നമുക്ക് ഒന്നിച്ച് തിന്നൂടെ? അങ്ങനെ പറയുമ്പോൾ അതിനൊരു രസം കൂടുതലായി. കുട്ടികളോട് കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് മോൻക്കൊരു കഥ പറഞ്ഞ ഏറ്റവും ഉമ്മ, ആ ചെറിയ കഥ വേണോ വലിയ കഥ വേണോ? വലിയ കഥ. കേട്ട കഥ വേണോ കേൾക്കാത്ത കഥ വേണോ? കേൾക്കാത്ത കഥ. ഫുള്ള് ഇന്ന് പറയണോ അല്ല പകുതി ഇന്ന് പറഞ്ഞ നാളെ? ഉമ്മ പ്ലീസ്. കണ്ട, ആ കുട്ടിക്ക് ആ മനസ്സ് രൂപപ്പെട്ട് കഴിഞ്ഞ്. എന്നിട്ട് ആ കുട്ടിനെ ചേർത്ത് പിടിച്ചിട്ട് അഹമ്മദുൽ ബദവി തങ്ങളെയോ അബുൽ ഹസനു ഷാദുലി തങ്ങളെയും പറഞ്ഞു കൊടുത്തൊക്കെ അവന്റെ മനസ്സങ്ങ് നന്നാകും. ആ കുട്ടി നന്നായിക്കോളും. നമ്മളെ വീട്ടിൽ ഇടക്കിടക്ക് മൗലിദുകൾ ഉണ്ടാവുക. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കണ്ടോ, എല്ലാ മുസീബത്തും നീങ്ങും. അപ്പൊ നമ്മളെ കുട്ടികൾ അങ്ങനെ നന്നായി വരും. പഴയ കാലത്തെ പെൺകുട്ടികൾക്കൊക്കെ മുഹിയദ്ദീൻ മാലി നഫീസത്ത് മാലയിലെ കാണാതെ പഠിച്ചത് മദ്രസ സ്കൂളിൽ പഠിച്ചോണ്ടോ ആദ്യ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയോണ്ടോ അല്ല, അവരുടെ ഉപ്പിയുമ്മി അങ്ങനെ പഠിപ്പിച്ചു വിട്ടത്. അല്ലാമ ബാഹ്റമ റളിയല്ലാഹു അൻഹു ഷാഫി ഫിഖിലെ വലിയ മാന ഒരു പറയുന്നുണ്ട്, ഞാൻ ഈ യാസീൻ കാണാതെ ഓതാൻ പഠിച്ചത് എൻ്റെ ഉമ്മ എപ്പോഴും ഓതും, അപ്പൊ അത് കേട്ട് ശീലായിട്ട് പഠിച്ചതാണ്. ഇങ്ങനെ ആയാൽ തന്നെ കുട്ടി പിന്നീട് മുജാഹിദ് ജമാഅത്ത് തബ്ലീഗിലേക്കൊന്നും പോകില്ല, ഒരിക്കലും പോകില്ല. ഖത്തറിലേക്ക് പോകുമ്പോ ചെല്ലിയ മൗലിദ് വരുമ്പോ ശിർക്കാവോ? ആവോ? ഇല്ല, ആവൂല. എന്തുകൊണ്ട്? ഓൻ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ സ്വാലിഹീങ്ങളെ സ്നേഹിക്കാൻ പഠിച്ച മനസ്സായിരിക്കും. അവന് തവക്കുലുണ്ടാവും. എത്ര ബിസിനസ് പൊട്ടിയാലും ഓൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിൽ ഇട്ട കഥ ചെറിയ പ്രായത്തിൽ കേട്ടിട്ടുണ്ട്. സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കൾ നമ്മളെ കാണൂല എന്ന് പറയുന്ന തവക്കുലിന്റെ ചരിത്രം ചെറിയ പ്രായത്തിൽ കേട്ടിട്ടുണ്ട്. മുമ്പിൽ സമുദ്രം, ബേക്കിൽ ഫിറഔനും ടീമും ശത്രുക്കള്, കൂടെയുള്ള എല്ലാവരും പേടിപ്പിക്കുന്ന രീതിയിൽ ഇന്നാല മുതറക്കൂൻ മൂസാ നബിയെ ഇപ്പൊ നമ്മളെ പിടിക്കുമല്ലോ എന്ന വർത്താനം പറഞ്ഞപ്പോ കല്ല, പിടിക്കൂല, ഒരു ശത്രു നമ്മൾ പിടിക്കുകയും ചെയ്യില്ല, നമ്മൾ കടലിൽ മുങ്ങുകയും ചെയ്യില്ല. എന്ത് വർത്താനങ്ങൾ പറയണത്? അതെന്താ അങ്ങനെ പറയണത്? ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, ഇവിടെ എത്തിച്ച അള്ളാഹ്ക്ക് ഇനി എങ്ങോട്ട് എത്തിക്കണമെന്നറിയാം, എൻ്റെ അള്ളാഹ് എന്നെ രക്ഷപ്പെടുത്തും എന്ന്. ഈ ചരിത്രം കുഞ്ഞിളം പ്രായത്തില് പറഞ്ഞുകൊടുത്ത കുട്ടീനോട് പറഞ്ഞുകൊടുത്ത പാട് പറയാ, ആ അള്ളാഹ് എന്നെ മോനെ, നമ്മൾ അള്ളാഹ് നമുക്ക് എന്തിനാ പേടിക്കണത്? അപ്പൊ ബിസിനസ് പൊട്ടുമ്പോ ഗൾഫിലേക്ക് മുങ്ങൂല, എന്തെങ്കിലും സംഭവിക്കുമ്പോ മാനഭംഗം എന്തോ കേസ് വെറുതെ ആരോപണം വരുമ്പോക്ക് ആത്മഹത്യയാണ് പരിഹാരം എന്ന് ചിന്തിക്കൂല. എന്തുകൊണ്ട്? വനിഅമൽ വക്കീൽ, നമുക്ക് വക്കീലുണ്ടല്ലോ. ഏത് ലീഗൽ വക്കീലല്ല, ഓവറോൾ വക്കീലുണ്ടല്ലോ നമുക്ക്, പിന്നെ പേടിക്കുന്ന. അത് ഈ കുട്ടീന്റെ മനസ്സിൽ ഉറപ്പിച്ച് കൊടുക്കണം. ചെറിയ പ്രായത്തിൽ പറഞ്ഞു കൊടുക്കുന്നതിന് ഭയങ്കര ഫലമുണ്ടാവും. അങ്ങനെയാണ് നമ്മളെ കുട്ടികളെ മനസ്സൊന്ന് ശരിപ്പെടുത്തേണ്ടത്. വേറൊന്ന് ചിന്തിക്കുന്നതിന് ഇപ്പൊ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആയാലും കുറേ ടെർമിനോളജി പുതിയ വന്നുകൊണ്ടിരിക്കുകയാണ്. ലവർ, ബെസ്റ്റി ഫ്രണ്ട്, ബാക്കി രണ്ടെണ്ണം ഇവിടെ പറയാൻ പറ്റാത്ത വണ്ണം അത്രയും വൃത്തികെട്ടതോ. അത്രയും ഏതെങ്കിലും ഒരാൾ കണ്ണടിക്കാണ്ട് പോയിനെങ്കിൽ ഓൻ അന്ന് ടെൻഷനായിരിക്കും. ആദ്യം മൂഡ് ഓഫിന്റെ ഇമോജി സ്റ്റാറ്റസ് ഇടും, പിന്നെ 2 ദിവസം ഫുഡ് കഴിക്കൂല. ഇങ്ങനെ ജീവിതം തകർന്ന് തെരിപ്പടാവുക. പ്രത്യേകിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ എൻറ്റയർലി ഡിഫറൻറ്റഡാ. ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് ടെൻഷനൊന്നും ആവില്ല പെൺകുട്ടികളെ പോലെ. നിങ്ങൾ നോക്ക്, ഇപ്പൊ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അബ്ദുള്ള എന്ന് പറയുന്ന മോനോട് നമ്മൾ, അബ്ദുള്ള എന്തേക്കാക, എന്തിൻ്റെ മുഖം കറുത്തത്? ഞാൻ ഫേസിന്റെ ആക്റ്റീവ് ആക്സസ് വെയിലത്ത് കുറച്ച് ഓടിച്ചുകൊണ്ട് കറുത്തതാണ്. ഓൻ കറുത്താലെന്ത് വെളുത്താലെന്ത്. അതേ സമയത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ ഫിദാനോട് ചോദിച്ചോക്കെ, ഫാത്തി എന്താ എന്റെ മുഖം എന്താ കറുത്തിന് സത്യം പറ. നബിയത്തിൽ എത്തിക്കാഫ ഫിഹാദൽ കണ്ണാടി ഇല്ലായിത്തല 3 ദിവസം. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ ഇടയിൽ ഉണ്ടായാലും കണ്ണാടിയുടെ മുമ്പിലും ബാത്റൂമിലോ സ്കാഫ് 16 തൊട്ട് ഇങ്ങോട്ട് ചുറ്റും, പിന്നെ റംല് നടത്തി ഇങ്ങോട്ടും. കണ്ടിട്ടില്ലേ? അവർക്ക് ഭയങ്കര ടെൻഷൻ. ഒരു മുഖക്കുരു വന്നാൽ തന്നെ 8 ടവല് ബാഗിലുണ്ടാവും, പിന്നെ ടിഷ്യൂവിന്റെ വലിയ കെട്ടന്നെ ഉണ്ടാവും. ആൺകുട്ടികളുടെ ഈലേ കൂടി സിംഹം തന്നെ നടന്നു പോയാൽ നോ പ്രോബ്ലം. എത്ര കഷ്ടം. 3 പെൺകുട്ടികളെ വളർത്തിയാൽ സ്വർഗ്ഗമുണ്ട്. എന്താ അപ്പൊ ആൺപിള്ളകളെ വളർത്തിയാൽ ഇല്ലേ?
രണ്ടാളെ വളർത്തിയാലും ഉണ്ട് ഇല്ലേ? ആൺകുട്ടികളെ വളർത്തിയാലില്ലേ? ഇതെന്താ അങ്ങനെ പറയണത്? പെൺകുട്ടികളെ വളർത്തി കുറച്ചൊരു റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയം കൊടുത്തിട്ട്, ഇപ്പൊ നമ്മൾ ഗൾഫിൽ നിന്ന് വീഡിയോ കോൾ ബോട്ടിമിലോ വേറെ ഏതെങ്കിലും IMO വിളിക്കുന്നു വിചാരിക്കാം. ആൺകുട്ടിനോട് ചോദിക്കാണ്, മോനു ഷെഫി 8ാം ക്ലാസ് ബൂട്ട് കെട്ടിയിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകുന്നു, ഉപ്പ എന്താ കൊണ്ടുവരേണ്ടത് വരുമ്പോ? ആ ഉപ്പ എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട പറയണം, എന്തെങ്കിലും ഒരു ബോളായിട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഞാൻ പോകുന്ന അസ്ലാം പോയി. ആ സമയത്ത് പെൺകുട്ടി ഹൗസി എന്താ കൊണ്ടുവരുന്നത്? നമുക്ക് ഉപ്പാനെ വേണ്ടി. ഹൃദയം പറിച്ചിരുന്ന സ്നേഹം അവരുടെ, രക്ഷയില്ലാത്ത സ്നേഹം ആൺകുട്ടികൾക്ക്. പെൺകുട്ടികൾക്ക് ഭയങ്കര സ്നേഹമാണ് അവരുടെ കൽബ് എന്ന് പറഞ്ഞാൽ. ആ സ്നേഹം വേറെ എവിടെയും പോകാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ കുട്ടികളെ നല്ലോണം സ്നേഹിച്ചാൽ മതി. നമ്മളെ കുട്ടികളെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് സ്കൂളിൽ വിട്ടിട്ട് വരുന്ന സമയത്ത് ഉപ്പ ചോദിക്കും, എവിടുന്ന വരുന്നത്? സ്കൂളിലാ, ഒന്ന് പോയി ചോറയിക്കുന്നു. ഇതെന്താ രണ്ടാളെ കൊന്നിട്ടാ വരുന്ന പിള്ളേർ? ഇതെന്താ ഇങ്ങനെ വയ്ക്കും? അങ്ങനെ ചോദിക്കുന്നവര് വരും, മോള് സ്കൂളിൽ വരുന്നത് എന്തോ ടയർഡായിനല്ല, ഉമ്മ നല്ല മന്തിയിലാക്കിയിട്ടുണ്ട്. വരുമ്പോ തന്നെ ഒരു ടേസ്റ്റ് വർത്താനം പറഞ്ഞേക്കണം കുട്ടികളോട്. ആ ഫാത്തിമ ബീവി വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്യല്? കാമ ഇലൈഹ, ഫാത്തിമ ബീവിക്ക് വേണ്ടിയിട്ട് ഉപ്പ നബി തങ്ങൾ എണീക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഉപ്പ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മോളെ കണ്ടിട്ട് എണീക്കുന്ന ഉപ്പ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ ഒരു ലോകം എണീറ്റിക്കും. എന്തൊരു സ്നേഹം റഹ്മാനെ, കണ്ടോ? അതാണ് നമ്മളുടെ ഒക്കെ മക്കളോട് പറഞ്ഞത്, പ്രത്യേകിച്ച് പെൺകുട്ടികളോട്. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ വേഗം പെട്ടുപോകും, പാവങ്ങളാണ് അവര്. കണ്ടക്ടർ ഫാത്തിമാന്റെ ഡിലീറ്റ് ആക്കിയിട്ട് ഹദ്ഫു ആഖിരിൽ മുനാദ തർഹീം എന്ന് പറയുന്നു. ചോക്ലേറ്റിന്റെ പേരല്ല കേട്ടത്. ഫാത്തി ചില്ലറിലേക്ക് വേണ്ട മോളെ 3 ദിവസം പറഞ്ഞാൽ മതി. പിന്നെ ആ കുട്ടി 3ാമത്തെ ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ചിന്തിക്കും, കണ്ടക്ടർ കേട്ടോ. കാരണം ഉപ്പിയുമ്മി ഭീകരജീവിയായിരിക്കും. കാരണം രാവിലെ ഉമ്മ വിളിക്കുന്ന എങ്ങനെ കുട്ടിയാ, ഇതെന്താടാ എത്ര കഥ. ഉപ്പ മോളെ കണ്ട പോയിട്ട് സ്കൂൾ പോയിട്ടാ, ചില ഉപ്പമാർ പറയുന്നതന്നെ തിരിയുന്നില്ല. ഇയാളെന്താ മക്കളോട് പറയുന്നതന്നെ തിരിയൂല. അല്ലേ എടുത്ത ഈ കുട്ടി ഫുള്ള് തിരിഞ്ഞിട്ടൊന്നല്ല, ഇങ്ങനെ പോകുന്നതാണ് സംഭവം. അങ്ങനെ ആവുന്നതിന് പകരം നമ്മൾ കുറെ കൂടി കുട്ടികളെ ചേർത്ത് പിടിച്ചിട്ട് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്ന മക്കളോടൊക്കെ ഉപ്പ ഫോൺ എടുക്കുക. ഉപ്പ എടുത്തപാടെ തന്നെ, ആ ഇതായിട്ട് റിയാസ് എന്തോന്നല്ലോ എന്ന് പറഞ്ഞാൽ ഞാനും ഓനും അന്യപുരുഷനാന്ന് അതിന്റെ അർത്ഥം. എടുത്തോക്കെ അല്ലേ ഗൾഫും പറഞ്ഞു. ഹലോ സാം, എന്താ ഇപ്പൊ പറഞ്ഞ? സാം അത് സാധനം, സാം അത് സാധനം എന്നാ സാം. തങ്ങൾ ചിരിക്കല്ലേ, എനിക്ക് ചിരി വരും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോണ്ടോ? ആ സാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഐഷ നിനക്കുള്ളതാണ്. എന്താ അതിന്റെ അർത്ഥം? അത് മോനാന്ന് അതിന്റെ അർത്ഥം. ഞാനും ഓറും തമ്മിൽ എന്താ വന്നു? നിങ്ങൾ ശരിക്കും തിരിച്ച് ബഹ്റൈനിൽ നിന്ന് പോകാൻ വിളിച്ച മോനോട് വലൈക്കും സ്സലാം പറഞ്ഞു. എന്തുണ്ട് മോനെ വിശേഷം? ഭാഗത്തല്ലേ, എന്താ വിശേഷം? ആ ഉമ്മാക്ക, ആ ഉമ്മാനോട് കുറച്ച് എന്നോട് സംസാരിക്കടാ, ഉപ്പയല്ലേ. ഞങ്ങൾക്ക് ഇന്ന് ദുരന്നിട്ടാലോണം കച്ചവടമൊക്കെ എങ്ങനെ പോകുന്ന ഭാഗത്തല്ലേ. ശരിക്കും ആ കുട്ടി കരഞ്ഞു പോകും, കരഞ്ഞു പോകും സത്യത്തിൽ. ഒന്ന് ഇന്ന് രാത്രി അങ്ങനെ ചെയ്ത് നോക്കിയേ. ഒന്ന് വാട്സാപ്പിൽ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട്, ഷെഫി ഒന്ന് വിളിക്കടാ അർജന്റ്. എന്താ പറ്റി ഉപ്പാക്കുന്ന പറ്റി? ഒന്നുമില്ല മോനെ റാത്തന്നെ, മോൻ്റെ വിശേഷം എന്തെങ്കിലും. ചിലപ്പോൾ എന്നോട് ചിന്തിക്കും, ഇത് പൈസ ആക്കാനാണ് കഴിഞ്ഞ 1-ാം തീയതി അയച്ചിട്ടില്ല, പല തലക്ക് തേങ്ങിയിട്ടുണ്ട്. ഒന്ന് ഉപ്പിയാലും സംസാരിക്കും. പിന്നെ പുതിയാപ്പിളനോടും ഇടക്ക് സംസാരിക്കണം. അലി റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുതിയാപ്പിളൻ. അലി റളിയല്ലാഹു എന്ന പുതിയാപ്പിളുടെ മടിയിൽ റസൂൽ ഉറങ്ങാറുണ്ട്. നമ്മൾ പുതിയാപ്പിളുള്ള റൂമിൽ ഉറങ്ങോ? എവിടെ? അന്നേരം ഉറങ്ങിയെങ്കിൽ പലസ്തീൻ അമേരിക്കനെ തിരിച്ചാക്രമിക്കൂലേ? ഉറങ്ങാനാ. നമ്മളാകെ പുതിയാപ്പിളോട് സംസാരിക്കൽ 2 സമയത്താണ്. ഒന്ന് ആ നിക്കാഹിന് ഉസവ്വിജുക അപ്പൊ തങ്ങൾ പറയും മര്യാദക്ക് നോക്ക്, അല്ലാമാ അമറല്ലാഹു ബിഹി മിൻ ശൈഇൻ. അതെന്നെ മൂടില്ലാണ്ട് കെട്ടിച്ചു കൊടുക്കുന്ന പോലെയാണ്. എത്തപ്പോ കഥ. പിന്നെ ഒരു സംസാരിക്കുന്ന സമയം മോള് പ്രസവത്തിന് ലേബർ റൂമിൽ കയറിയാല് ഒന്ന് അമ്മോശനെ ഒന്ന് ഓട്ടോറിക്ഷയിൽ പോയിട്ട് വെറുതെ കീശയിൽ കൈയിട്ടിട്ട് ഒരു വെറുതെ ഫോർമാലിറ്റി ചോദ്യമുണ്ട്. പൈസയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അതിനൊന്നും ഉത്തരം പറയാമെങ്കിൽ ഉണ്ട് എന്ന് പറയാമെങ്കിൽ ഇല്ല എന്ന് പറയാമെങ്കിൽ കുടുങ്ങുന്ന ചോദ്യമാണ്. പൈസയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ.
അങ്ങനെ ഒന്ന് കുറച്ചും കൂടി ചേർത്ത് എന്ത് രസമുണ്ട് നമ്മൾ കണ്ടു. നല്ല രസമുണ്ടാവും. കുട്ടികളോട് കഥ പറഞ്ഞോളൂ. കഥ സ്വാലിഹീങ്ങളുടെ കഥ. അതിനല്ലേ ഫൽഫർ ബിദാത്തിദ്ദീൻ, കഥയുള്ള പെണ്ണിനെ കെട്ടുമ്പോണോ? കോളേജിന്റെ മുറ്റത്ത് കണ്ണടി മിസ്സടിയിൽ വീണാല് ഒരു കഥയും പറഞ്ഞു കൊടുക്കാനുണ്ടാവില്ല. പിന്നെ ഓറന്നെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയെല്ലാം കെട്ടിയ കുട്ടികൾക്ക് ഒരു ഒരു ലവേഴ്സ് എന്ന് പറയുന്ന ടീമിനൊക്കെ എങ്ങനെയാ മക്കളോട് ഉപദേശിക്കാൻ ധൈര്യം വരിക? അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളെ മോള് വലുതായി എന്ന് വിചാരിക്കും, 6ാം ക്ലാസ്സിലെത്തി, അല്ലെങ്കിൽ മോന് വലുതായി 6ാം ക്ലാസ്സിലെത്തി. ഓന് സ്കൂളിൽ നിന്ന് കുറച്ച് നേരം വൈകിട്ട് വന്നു. ഓനോട് നമ്മൾ ചോദിച്ച് വാട്ട് ഇസ് ടൈം നൗ? 6 o'clock, 6 മണി. എനിക്ക് അറിയാത്തോണ്ടോ, ക്ലോക്ക് നോക്കാൻ അറിയാത്തോണ്ടല്ല. എന്താ 6 മണി വരെ എവിടെ പോയതാ? അത് ഇവനിങ് ക്ലാസ് 6 മണി വരെ. നീ ആകെ 6ാം ക്ലാസ്സിലുണ്ട്, എത്ര അല്ല? എന്റെ സാറ് നമ്പർ 5, ടീച്ചർ നമ്പർ 5. കള പറയുന്നല്ലേ? വേഗം കയറി, ഇനി ഡിലേ ആവരുത്, കയറിക്കോളിന്ന് കയറുന്ന് പറഞ്ഞു. ഓൻ കയറുന്നില്ല. ഓന് ഉരുണ്ട് ഇങ്ങനെ കളിക്കുന്നു. അതെന്താ കയറാത്ത? അതാരാന്ന് അവിടെ? അപ്പൊ ഒരു സ്കാർഫ് ചുറ്റിയ ചോട്ട മോള്. ഷീ, അതാരാ? അപ്പൊ ഇവന്റെ ഡയലോഗ്, ഷീസ് മൈ ഗേൾ ഫ്രണ്ട്. എന്ത് കോളിഫ്ലവറാ? അന്ന് സാധനം ഗേൾ ഫ്രണ്ട്. അങ്ങനെ രാത്രി ഒരു പെണ്ണിനെ കുട്ടിയെ എക്സാം ഈസ് വെരി നിയർ, പരീക്ഷ അടുത്തെത്തിയിട്ടുണ്ട്. വി ഹാവ് ടു സ്റ്റഡി ടുഗദർ, നമുക്ക് ഒന്നിച്ച് പഠിക്കണം. ഹെയർ പാരന്റ്സ് ഇൻ അബ്രോഡ്, അവൾ ഉപ്പിയും മേലും ഗൾഫിലും. ഉപ്പിയും ഗൾഫിൽ എന്ത് എത്തിക്കാനേ? ഇല്ലാത്ത ആളെല്ലാം കൊണ്ടുവരാൻ പൊടാർന്ന്. അപ്പൊ അവൻ പറയാണ്, ഉപ്പ് ഓവർ ഡയലോഗൊന്നും നടക്കണ്ട, ഉപ്പ് ഉമ്മാനെ കല്യാണം കഴിച്ചിട്ട് പ്രേമിച്ചിട്ടാന്ന് എനിക്കറിയാം. ഗെയിം ഈസ് ഓവർ, കളി തീർന്നു, ഇനി മിണ്ടാൻ പറ്റില്ല ജീവിതത്തിൽ. മര്യാദയ്ക്ക് തിന്ന, കയറ്റുമതി, ടോയ്ലറ്റ് ഇറക്കുമതി, നിസ്കരിക്കാൻ പോവുക, വരാം, തീർന്നു. വേറെ ഒരാളോടും മിണ്ടാൻ പറ്റില്ല. ചില ആൾ പറയും, എന്നെ ഉപ്പിയുമ്മി സമ്മതിച്ചിട്ടുണ്ട് ഓളെ കെട്ടാനും. ഓക്കെ, ഭാവിയിൽ മക്കൾ ഇങ്ങനെ തിരിഞ്ഞു ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ പേടിക്കും. എന്റെ വിഷയം അതല്ല. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക. മൂന്നാമത്തെ പ്രശ്നം, കുട്ടികൾ ഇപ്പൊ നേരിടുന്ന മൂന്നാമത്തെ പ്രശ്നം, ലോസ് ഓഫ് ഫാമിലി ബോണ്ടിങ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് ആണ്. അങ്ങനെ പറഞ്ഞാല് ഇതും കൂടിക്കൂടി വരുന്ന വലിയൊരു പ്രശ്നമാണ്. പഴയ കാലം എന്ന് പറഞ്ഞാൽ മനുഷ്യപ്പറ്റുള്ള ഒരു കാലമായിരുന്നു. മനുഷ്യപ്പറ്റുള്ള ഒരു കാലമായിരുന്നു പഴയ കാലം. സ്കൂളിലേക്കും മദ്രസയിലേക്കൊക്കെ പോകുമ്പോൾ ഉമ്മ ഉണ്ടാവും, ഉപ്പ് ഉണ്ടാവും, ഇത്താത്ത ഉണ്ടാവും, ഉമ്മാന്റെ ഏട്ടത്തി അനിയത്തിമാര്, അല്ലെങ്കിൽ ഉപ്പാന്റെ, അങ്ങനെ പലരും കുടുംബങ്ങൾ ഉണ്ടാവും. ഇന്ന് അതൊക്കെ പോയി. പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത്, വരുന്ന സമയത്തൊക്കെ ഉമ്മയും ഉപ്പയും, വീട്ടിൽ പല ആൾക്കാരുണ്ടാവും. ഉപ്പ ജോലിക്ക് പോയാൽ തന്നെയും ഉമ്മയും പലരൊക്കെ ഉണ്ടാവും. ഇന്നങ്ങനല്ല. കോളേജിൽ പോകുമ്പോ ഉമ്മ ഉറങ്ങിയെന്നു, ഉപ്പ നേരത്തെ പോയിട്ടുണ്ടാവും, ആരും നോക്കൂല. ഫുഡ് കഴിക്കാൻ ക്യാഷ് കൊടുക്കും. ബന്ധങ്ങൾ ഇങ്ങനെ 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 കുറഞ്ഞു പോവുക. ഇനിയുള്ള കാലം ഇത് കൂടിക്കൂടി വരേ ചെയ്യുള്ളൂ. കാരണം ഉമ്മ ബോംബെയിൽ, ഉപ്പ ജിദ്ദയിൽ. പിള്ളേർ ഇടുന്ന ദീൻ പഠിക്കേണ്ടത്, ദീനല്ല ജീവിതം പഠിക്കേണ്ടത്. ബന്ധത്തിലൂടെയും കൂടിച്ചേരലിലൂടെയും പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം തിയറിയിലൂടെ പഠിക്കില്ല, അത് നമുക്ക് തോന്നില്ല. എല്ലാം ഓൺലൈനിൽ പഠിക്കാൻ കഴിയും. MBBS ഓൺലൈനിൽ പഠിക്കാൻ കഴിയും. CMA പഠിക്കും, BDS പഠിക്കും, ഫാം ഡി പഠിക്കാം. മതവിരുദ്ധം കിട്ടുമായിരിക്കും അല്ലേ? എല്ലാം കിട്ടും. എല്ലാം കിട്ടും. ഇല്ല, എല്ലാം കിട്ടും. നീന്തൽ അതെങ്ങനെ ഓൺലൈനിൽ പഠിക്കല്? സൂം ഓൺ ആക്കി വെക്കുക, എന്നിട്ട് സാറ് റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ സൂം ഓൺ ആക്കി വെച്ചിട്ട് ക്ലാസ് എടുക്കുക. എത്ര കുട്ടികളാണ് ഉള്ളത്? 30. എല്ലാവരും മുണ്ടെടുക്കുക, കുളത്തിൽ കാലുകുത്തുക, കാലുകുത്തി. ഇപ്പം മെസ്സേജ് വരും, മയ്യത്ത് നിസ്കരിക്കുക. നീന്തൽ പഠിക്കേണ്ടത് സൂം ആണോ? അങ്ങനെയാ പഠിക്കണ്ടേ? കാലടിക്കുക, ഏടടിക്കാന്? കാലടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു സ്ഥലമുണ്ട്, കാലടി. അതൊന്നും നടക്കൂല. കൂടിച്ചേരലിലൂടെയും മിങ്കിളിങ്ങിലൂടെയും പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഉമ്മമാരൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ കാണുന്നുണ്ട്, ഈ ചില കുട്ടികൾക്ക് ഉപ്പിയുമ്മയും ഗൾഫിലെ ഉള്ള കുട്ടികളെ ചിലപ്പോൾ +1 +2 ഇവിടെ ചേർക്കുന്നതാണ്. അയ്യോ, ഇതൊരവസ്ഥയെന്നറിയാം. എന്തൊരവസ്ഥയെന്നറിയാം. ആ കുട്ടികൾ എങ്ങനെയാ ജീവിതം പഠിക്കല്? ഉപ്പാന്റെ അടുത്തുനിന്ന് ഉമ്മാന്റെ അടുത്തുനിന്ന് പഠിക്കേണ്ട എത്ര പാഠങ്ങളുണ്ട് ഇവിടെ, എത്ര ബന്ധങ്ങൾ പഠിക്കാൻ. ഈ കുട്ടികൾ ആ മാസ ലീവിന് കോളേജിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക, എവിടെങ്കിലും പോവുക. എങ്ങനെ ഈ കുട്ടികൾ ലെവലാവുക?
നമ്മൾ ഈ ഗൾഫിലെല്ലാം പോകുന്ന എന്തിനാ? മക്കൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? മക്കളെ കേടുവരുത്തും. കുട്ടികൾക്ക് ബന്ധം പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ഞാൻ നേരത്തെ ഗസാലി ഇമാം റളിയല്ലാഹുവിന്റെ ഖൗലെടുത്ത് ഉദ്ധരിച്ചത് ഇഹ്യയിലെ. കുട്ടികൾക്ക് ബന്ധങ്ങൾ ഇങ്ങനെ നല്ലോണം പഠിപ്പിച്ചു കൊടുക്കണം. ഇതാണ് മൂന്നാമത്തെ പ്രശ്നം. കുട്ടികൾക്ക് ഗ്യാപ്പുകൾ വന്നു. ഉമ്മാനോട് മിണ്ടാൻ കഴിയുന്നില്ല, ഉപ്പാനോട് മിണ്ടാൻ കഴിയുന്നില്ല. ഓറിങ്ങനെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലാണ്, ഉമ്മ മിണ്ടൂല, ഒന്നും മിണ്ടൂല. അസ്സലാമു അലൈക്കും, വലൈക്കും സലാം, നമുക്ക് വേണ്ട, തീർന്നു, ഓൻ റൂമിൽ പോയി. അങ്ങനെ ആവരുത്. ഒന്നിച്ച് ഹാവ് മീൽസ് ടുഗദർ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചുകൂടാന്നൊന്നും മസലയൊന്നുമില്ല. ചില പെണ്ണുങ്ങന്മാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, പുസ്താക്കന്മാർ തന്നെ പറയുമെങ്കിൽ സംസാരിക്കരുത്, ഓറന്നെ സംസാരിക്കുന്നുണ്ടല്ലോ, ഓവറാക്കണ്ടതാ. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചുകൂടാന്നൊന്നുമില്ല. പിന്നെ പുട്ടെല്ലാം തിന്നുമ്പോൾ സംസാരിക്കണോ വേണ്ടിയോ എന്ന് അവനവൻ തീരുമാനിക്കേണ്ടതാണ്. അത് മസലയൊന്നുമല്ല, അത് അവനവന്റെ ആരോഗ്യം അനുസരിച്ചിട്ട് തീരുമാനിക്കേണ്ടതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണ സമയത്ത് സ്വാലിഹീങ്ങൾ പാലിച്ച മര്യാദകളും ചരിത്രവും പറയലും നല്ല കാര്യമാണെന്ന് ഷർവാനിയിലുണ്ട്, ഇഹിയയിലുണ്ട്, കുറേ കിതാബിലുണ്ട്. സംസാരിക്കുക. അപ്പൊ കുട്ടികളൊക്കെ കൂടെ ഇരിക്കുക, ഉമ്മ ഉപ്പ മക്കളെല്ലാരും കൂടെ ഇരിക്കുക. എന്നിട്ട് ബന്ധം പഠിപ്പിക്കുക, ശരിക്കും ബന്ധം പഠിപ്പിക്കുക. ഒറ്റക്കൊറ്റക്കൊറ്റക്ക് വീട്ടിൽ നിന്ന് തിന്ന സ്വഭാവം നിർത്തുക. എല്ലാവരും നല്ലോണം സംസാരിക്കണം. അതിലേക്കെത്തി. 4, നമ്മൾ ഇപ്പോഴത്തെ പാരന്റിങ്ങിൽ നേരിടുന്ന, കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അക്കാദമിക് ആൻഡ് കരിയർ പ്രഷറാണ്. കരിയർ സ്വപ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ എഴുന്നല്ലോ എന്തൊക്കെയോ ടിപ്സും സൈക്കോളജിയും അല്ലെങ്കിൽ കരിയർ ഗൈഡൻസിന്റെ ക്ലാസ് എല്ലാം കേട്ടിട്ട് ഭയങ്കര സ്വപ്നം, എല്ലാവരും ഡോക്ടർ ആവണം, എല്ലാവരും എഞ്ചിനീയർ ആവണം എന്നുള്ള സ്വപ്നം. ഓൻ CA ആണോ, CMA ആണ്, ആരെ ഈ പറയുന്നു? ഇയാൾ 3ാം ക്ലാസ്സിനകത്ത് തോറ്റിരിക്കും. എന്നിട്ടാ പറയല് ഇവൻ ഡോക്ടർ ആവണം. സ്വപ്നം വെക്കുന്ന നല്ല തന്നെ, കലാമിന്റെ ഡ്രീം 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 എത്രയും പറഞ്ഞ ഒരു പ്രശ്നമില്ല. പക്ഷേ പറക്കാന് സ്വപ്നം വെക്കുന്നത് നല്ല തന്നെ, പക്ഷെ എനിക്ക് ചിറകുണ്ടോന്ന് നോക്കണം കേട്ടോ. ഒരു പോത്ത് വിചാരിക്കാൻ പറക്കണോ? പോത്ത് വലിയ പോത്തായിട്ടൊന്നും കാര്യമില്ല, അതിന് പറക്കാൻ കഴിയില്ല. ഒരു പുഴു പൂമ്പാറ്റ ആവാനിരിക്കുമ്പോൾ വിചാരിക്കുന്നു പറക്കണോ? അതിന് വിചാരിക്കാം, അതിന് ചിറകുണ്ട്, അതിന് നാളെ ചിറക് വരും, അതിന് വിചാരിക്കാം. പോത്ത് വലുതായിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ കുടുംബ സിറ്റുവേഷൻ, നിങ്ങളെ വീട്ടിലെ സിറ്റുവേഷൻ. അപ്പോൾ ഈ 40 ലക്ഷം ഫീസ് കൊടുക്കാനൊക്കെ പറ്റുമോ? ഈ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എൻ്റെ മോൻ അതിന് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ പറ്റണം. തീരെ ഹിഫ്ളിനൊന്നും ഒരു കഴിവും ഇല്ലാത്ത കുട്ടീനെ കൊണ്ടാക്കിയിട്ട് ഹാഫിളാക്കണമെന്നും നമ്മൾ വിചാരിക്കരുത്. ഏറ്റവും നല്ല ബുദ്ധിയുള്ള മോനെ വെച്ചിട്ട് വേണം മുത്താലിമാക്കണം, അയലിമാക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കണം. നിർബന്ധിച്ച് കുട്ടികളെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ച് ഈ കുട്ടികളെ ആകെ ടെൻഷനായി പോകും. പലരുടെയും ജീവിതം ഈ കരിയറിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെ കുട്ടികളുടെ ഭാവി നമ്മൾ നഷ്ടപ്പെടുത്തും. 5ാമത്തെ പ്രശ്നം, കൾച്ചറൽ കോൺഫ്ലിക്ട്സ് ആൻഡ് മോറൽ കൺഫ്യൂഷൻ. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാന പോയിന്റ്. അത് വിശദീകരിച്ച് എൻ്റെ സംസാരം അവസാനിപ്പിക്കും. നമ്മൾ കുട്ടികളാകെ ആശയക്കുഴപ്പത്തിലാണ്, കൺഫ്യൂഷനിലാണ്. കോൺഫ്ലിക്റ്റ്, ഭയങ്കര ആശയക്കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇന്റർവെല്ലിന് വിട്ടപ്പം അല്ലെങ്കിൽ ലഞ്ചിന് വിട്ട സമയത്ത് ചില കുട്ടികൾ ടിഫിൻ ബോക്സിൽ നിന്ന് വെറുംചോറും സാമ്പാറും കഴിക്കുന്നുണ്ട്. ചില പിള്ളേർ ജസ്റ്റ് ഒരു ചായയും പാമ്പറിയും കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്നുണ്ട്. ചില പിള്ളേർ ബർഗർ തിന്നുന്നുണ്ട്. അപ്പൊ നമ്മളെ പിള്ളേർ വിചാരിക്കും, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? പുട്ടാൻ വേണ്ടി ചോറ കഴിക്കേണ്ടത് ബർഗർ. ഇതേപോലെ ഇതൊരു ഉദാഹരണമാണ്, ഇത് വലിയ പോയിന്റ് അല്ല. ഇതേപോലെ എല്ലാ വിഷയത്തിലും കുട്ടിയുടെ കൺഫ്യൂഷനാണ്, ഫുൾ കൺഫ്യൂഷൻ. ഉമ്മ പാചകകല പഠിക്കുന്നത് യൂട്യൂബിൽ നിന്നാണ്. ഉമ്മ അദ്ദാദ് വരെ ചെല്ലുന്നത് യൂട്യൂബിൽ നിന്നാണ്. ഉമ്മ ഫുൾ ടൈം ഇപ്പൊ പത്തിരിയെല്ലാം ചുട്ടുമ്പോ അപ്പൊ ഈ കുട്ടി എന്നെ ചിന്തിക്കും, ഞാൻ എന്താ ആക്കണ്ടേ? ഉപ്പയാണെങ്കിൽ അർജന്റീന ഫ്രാൻസിന്റെ പെനാൽറ്റി ഷൂട്ടൗട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവനെന്താ ആവണ്ട? ഇവനാണെങ്കിൽ ദേവാ കോളേജിൽ ചേർത്തിട്ടുണ്ട്, അവിടുന്ന് പഠിച്ചിട്ടുണ്ട് എന്ത്? നിങ്ങൾ കളി ഉപകരണത്തെയൊക്കെ ഒഴിവാക്കണം, അത്തരം ഹൃദയങ്ങളിൽ നിന്നേ ഇൽമ കിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ ഫുള്ള് ഇതാ കാണുന്നു. ഇവനെന്തപ്പോ ചെയ്യണ്ടേ?
ഉസ്താദിനെയാണോ ഫോളോ ചെയ്യേണ്ടത്, ഉപ്പാനെയാണോ ഫോളോ ചെയ്യണത്, ഉമ്മാനെയാണോ? ഉപ്പാനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഉപ്പ അർജന്റീന ഫാൻസ് ആണ്, അപ്പൊ ഞാൻ ഫ്രാൻസ് എങ്കിലും ആയിട്ടില്ലെങ്കിൽ മോശമാണ്. ഫൈനലിൽ എത്തിയ ടീമെങ്കിലും ആണ്ട് അല്ലെ. ഉമ്മയാണെങ്കിൽ ഹദ്ദാദ് എല്ലിക്കോണ്ട് നിൽക്കുമ്പോ കറണ്ട് പോയി വിചാരിച്ചോ, കറണ്ട് പോയി, പിന്നെ കമ്മന്നായിരിക്കും ജീവിതം മൊത്തം. എന്താ ചെയ്യാ? അപ്പൊ ഈ കുട്ടികൾ ടോട്ടലി കൺഫ്യൂഷനില്ല. ആരെ കണ്ടിട്ടാണ് ഞാൻ വളരേണ്ടത്? ടോട്ടൽ കൺഫ്യൂസ്ഡ് ആണ് കുട്ടികൾ. കുട്ടികളോട് ധൈര്യമായിട്ട് ഉപ്പാക്കും ഉമ്മാക്കും പറയണം, ഞാൻ ഐഡിയലാ, ഞാൻ മാതൃക. ഉപ്പാനെ കണ്ടുപിടിച്ചു, ഇന്നേ വരെ ജീവിതത്തിൽ നെര്യാണിക്ക് താഴെ ഉപ്പൻ്റെ ഒരു വസ്ത്രം താഴെ. ഇന്ന് വരെ ഉമ്മ പുറത്തിറങ്ങുമ്പോ ഹിജാബ് ഇടാതെ. മോളെ ഹാദിയാക്ക് ചേർത്ത് ഉമ്മ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന പണിക്കാരന്റെ മുമ്പിൽ മുഖം തുറന്നിട്ടിട്ട് നടക്കുന്നുണ്ട്. എന്തല്ലാതെ അറിയാലോ കേട്ടോ കേട്ടോ. മത്സ്യ വിൽപ്പനക്കാരന്റെ മുമ്പിൽ ഉമ്മ മുഖം തുറന്നിട്ടിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് മോളോട് പറയാ ഹിജാബ് ഇടണമെന്ന്. അതുകൊണ്ടാണ് മദർസയിൽ വരുന്ന പെമ്പിള്ളേർ ഹിജാബ് ഇട്ടിട്ട് സ്കൂളിൽ പോകുമ്പോൾ അയക്കുന്നത്. എന്താ ഇതിനെ കൊണ്ട് കാര്യം? എന്താ ഈ ഹിജാബ് കൊണ്ട് കാര്യം? ടോട്ടലി കുട്ടികൾ കൺഫ്യൂസ്ഡ്. ഞാൻ എന്താ ധരിക്കേണ്ടത്, ഞാൻ എങ്ങനെയാ ജീവിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലാണ് കുട്ടികൾ ഉള്ളത്. ഇതിൽ മാത്രമല്ല കേട്ടോ, വിശ്വാസത്തിലും അങ്ങനെ തന്നെ. ഒരു വീഡിയോ കാണുകയാണ്, അപ്പൊ എനിക്ക് തോന്നുകയാണ് ബിദഅത്തുകാർക്ക് നിസ്കരിക്കല്ലേ, പ്രശ്നമില്ലല്ലോ എന്ന് തോന്നുകയാണ്. അപ്പൊ എനിക്ക് കൺഫ്യൂഷനാവും. മരിച്ചവർക്ക് ഓതാൻ പറ്റില്ല എന്നുണ്ടല്ലോ ഒരു വീഡിയോ കേട്ടാ, എനിക്ക് ആകെ കൺഫ്യൂഷനാവും. അതിനെന്ത് വേണമെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ മാതൃകയാവും. അതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്താം. നമ്മൾ ഈ കുട്ടികൾ ലഹരിയിൽ പെടുന്നു, കള്ളു കുടിക്കുന്നു, മറ്റൊക്കെ പറയണില്ലേ, അതിങ്ങനെ നമ്മൾ കുറേ എന്തെങ്കിലും പറയുന്നതിന് പകരം നമ്മുടെ വീട്ടിൽ തഖ്വയിൽ ഉള്ള വീടാണെങ്കിൽ, ഉസ്സിസാല തഖ്വ, തഖ്വയിലുള്ള വീടാണെങ്കിൽ അവിടെ ഷുവർ കുട്ടികൾ കേടുവരൂല. അതാണ് കുട്ടികളുടെ മോറൽ കൺഫ്യൂഷൻ മാറ്റിയിട്ട് മോറൽ കോൺഫിഡൻസ് ഉണ്ടാക്കണം. CNFO തന്നെയാണ് രണ്ടിലും. കൺഫ്യൂഷന് മാറ്റുക, കോൺഫിഡൻസ് കൊടുക്കുക. എൻ്റെ ഉപ്പ അങ്ങനെ ചെയ്യല്ലോ. അതുകൊണ്ടല്ലേ സുബീക്ക് കുനൂത്ത് തോന്നുന്നതിന് തെളിവുണ്ടോ? ഉണ്ട്. നിങ്ങൾക്കറിയോ? അതൊന്നും എനിക്കറിയില്ല. പിന്നെ എങ്ങനെ തെളിവുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ അങ്ങനെ ചെയ്യുന്നുണ്ട്, അത്ര തന്നെ. നിബിധങ്ങൾ ചെയ്തിട്ടുണ്ടോ? അത് നോക്കാൻ എൻ്റെ ഡ്യൂട്ടി ഇല്ല. 1450 സഫുള്ള ഒരു വലിയ പള്ളി, 1450 സഫുള്ള വലിയ പള്ളി. ആ പള്ളിയിൽ ഇമാമ റുക്കൂയിലേക്ക് പോയോ ഇല്ലയോ എന്ന് 1450 സഫിൽ നമ്മൾ നോക്കണോ? വേണ്ട. പിന്നെ നമ്മൾ എന്താ നോക്കേണ്ടത്? 1449 ടീം റുക്കൂയിലേക്ക് പോയില്ലെങ്കിൽ നമ്മളും പോവാ. അല്ലാണ്ട് നിബിധങ്ങൾ ചെയ്ത ഇപ്പം വീണ്ടും നിസ്കാരം പത്തിലാവും. അത്ര തന്നെ ഉള്ളൂ, അത്ര തന്നെ. ഒരാൾ മുജാഹിദ് ആവുക എന്ന് പറഞ്ഞാൽ അതിന് 3 അർത്ഥം ഉള്ളത്. എന്താ അർത്ഥം? 3 അർത്ഥം. ഒന്ന് അയാൾ നബിതങ്ങളുടെ എതിരാളിയാവുക എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. മുത്തുനബി സാധാരണക്കാരൻ, മുത്തുനബിയുടെ ഉപ്പയും നരകത്തിൽ, മുത്തുനബിയുടെ ഉമ്മ കാഫിരികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള സിയാറത്ത് ഹറാം, ആ യാത്രയിൽ ജമ്മു കസർ ഹറാം, നബി തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കൽ ഹറാം, ശിർക്ക്, നബി തങ്ങളെ തവസ്സുലാക്കൽ ഹറാം, നബി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കൽ ഹറാം, ഘോഷയാത്ര നടത്തൽ തെറ്റ്, മൗലിദ് പരിപാടി തെറ്റ്, നബി തങ്ങളുടെ കുടുംബക്കാര് അങ്ങനെ ഒരു ബഹുമാനവും ഇല്ല ആണോ. എപ്പോൾ നബി തങ്ങളുടെ എതിരാളികളായിരിക്കും. ഇതെല്ലാം ലോകത്ത് പറഞ്ഞ ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച് തബ്ലീഗുകാർ പറഞ്ഞത് അച്ചാദമിയോ നല്ല മനുഷ്യനാണ്, താടി കണ്ടിട്ടും ജുബ്ബ കണ്ടിട്ടും വീഴണ്ട. ഇതൊക്കെ പണ്ട് സ്വഹാബത്തിന്റെ കാലത്തുള്ള ഖവാരിജത്ത് എന്ന് പറയുന്ന ആ ടീമിന്റെ ഇബാദത്ത് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. സ്വഹാബത്ത് തന്നെ പറയുന്നുണ്ട്, ഇബാദത്ത് കണ്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോയി. ഇബ്നു അബ്ബാസ് തങ്ങളെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു ആ ഖവാരിജത്തിനൊന്ന് ആദർശ പ്രഭാഷണം നടത്തി നന്നാക്കാൻ. ഇബ്നു അബ്ബാസ് തങ്ങൾ പോയി നോക്കുമ്പോൾ ഖവാരിജത്തിന്റെ ലീഡർമാർ വലിയ തബ്ലീഗിന്റെ ടീം ചാട്ടാവറത്തിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, എത്ര ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ചേ? 2 കാണിക്കട കൈ എന്നിട്ട് കൊടുക്കുകയാണ്. ഇബ്നു അബ്ബാസ് നിർത്തി, 2 നിസ്കരിച്ചു, 8 നിസ്കരിക്കാത്തതിന്. എത്ര ഇന്നലെ ഖുർആൻ ഓതിയ? അര ജുസ. സുബ്ഹാനല്ലാഹ്, ഇമാതിരി
പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ പോയി നോക്കുമ്പോൾ അതേ ടീമിന്റെ വാതിലിന്റെ റൂമിന്റെ ഉള്ളിൽ അലി റളിയല്ലാഹുവിനെ കൊല്ലാനുള്ള കത്തി മുറിച്ചു വിട്ടത്. അതുകൊണ്ടാണ് EK ഹസൻ ഉസ്താദ് തബ്ലീഗുകാരെ കുറിച്ച് പറഞ്ഞത് പട്ടിൽ പൊതിഞ്ഞ വിഷപ്പാമ്പാണ്. എന്നിട്ട് ഈ അലി റളിയല്ലാഹുവിനെ കൊന്ന ആളെ മദീനത്തെ പള്ളിയിൽ തന്നെ സ്വഹാബത്ത് പിടിച്ചപ്പോ അയാൾ എന്താ പറഞ്ഞെന്നറിയാം? എന്റെ കൈ വെട്ടിക്കോളി, എനിക്ക് പ്രശ്നമില്ല. എന്റെ കാല് വെട്ടിക്കോളി, എനിക്ക് പ്രശ്നമില്ല. പിന്നെ എന്താ നീ പറയാൻ പോകും? എന്റെ നാവ് ഒന്നും ചെയ്യല്ലേ, എന്റെ കൈയും കാലും പോയാലും എന്റെ നാവ് പോകാൻ പാടില്ല. അലി റളിയല്ലാഹുവിനെ കൊന്ന ആള് അയാളോട് എന്റെ നാവ് എന്തിനും എനിക്ക് അല്ലാഹുവിനെ ദിക്റല്ല നന്ദി. എങ്ങനെയുണ്ട്? ഈ തബ്ലീഗുകാർക്ക് കേരളത്തിൽ അത്ര രണ്ട് സുന്നികൾ ഉള്ളതുകൊണ്ട് വലിയ സ്ഥാനമില്ലാത്തതുകൊണ്ടാണ്. പുറത്ത് IS ഭീകരന്മാർ ഉള്ള മഹാന്മാരെല്ലാം അക്ബറെ വിളിക്കുന്നുണ്ട് യമനിലും മറ്റു രാജ്യത്തൊക്കെ. പെട്ടുപോകരുത്. ഒന്നാമത്തേത് അതാ, എപ്പോഴും റസൂലുള്ളാഹിന്റെ എതിരായിരിക്കും ഈ വഹാബികൾ. രണ്ട്, ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾക്കെതിരായിരിക്കും. റസൂല മിൻ ബഅദി എന്ന് പറയുന്ന സൂറത്തിൽ ലാസ്റ്റ് ആയത്ത് സൂറത്തിൽ പറയണ്ടല്ലോ, ഇജ്മാഇനെ കുറിച്ച് പറയുമ്പോൾ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കെതിരായിരിക്കും. എപ്പോൾ നിങ്ങൾ നോക്കിക്കോ, എപ്പോഴും ഹനഫി, ഷാഫി, ഹംബലി, മാലിക് ഈ 4 മദ്ഹബിലാണ് ഭൂരിപക്ഷം മുസ്ലിമീങ്ങളും. ഇവർക്ക് മദ്ഹബ് ഉണ്ടാവില്ല. ഈ പള്ളിയിൽ ഒരു 400 ആൾ പങ്കെടുക്കുന്ന ഒരു നിക്കാഹ് നടന്നെന്ന് വിചാരിച്ചു. രാവിലെ നിക്കാഹ് ഇപ്പോൾ രാവിലെ നടത്തുന്നുണ്ട്, വൈകുന്നേരം അല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ വൈകുന്നേരം നിക്കാഹ് കൂടിയിട്ടുണ്ട്. അതെന്താ അങ്ങനെ? അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ കാപ്പി നിക്കാഹിന് ശേഷം കൊടുക്കുമല്ലോ, കാപ്പിക്ക് പറ്റിയ സമയം വൈകുന്നേരം ആയതുകൊണ്ട് കാപ്പിയിലേക്ക് അങ്ങോട്ട് നിക്കാഹ് കോപ്പി ചെയ്തു. അതാ പ്രശ്നം. രാവിലെ ആ നിക്കാഹ് വേണ്ടി ചങ്ങായി വരും. നിക്കാഹിന്റെ 5 സുന്നത്ത് രാവിലെ ആവുക, വെള്ളിയാഴ്ച ആവുക, പള്ളിയിലാവുക, സ്വാലിഹ്യങ്ങളുള്ള മജ്ലിസിലാവുക, ശവ്വാൽ മാസത്തിലാവുക. എന്നാൽ തന്നെ ആ നിക്കാഹിൽ വലിയ ബർക്കത്തുണ്ടാവും. ആവട്ടെ, ഇപ്പൊ നമ്മളെ വിഷയം അതല്ല. അങ്ങനെ 500 ആൾ പങ്കെടുക്കുന്ന ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ നിക്കാഹാണെന്ന് വിചാരിക്കുക. നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു തങ്ങൾ ഉസ്താദ്, ഖത്തീബ് ഉസ്താദ്, മുദരിസ് ഉസ്താദ് ദ്വാരക്കുന്ന കുറേ മുത്താലിമികളുണ്ട്. വലിയ ദർസുള്ള പള്ളിയാണ്, 10-200 മുത്താലികൾ, ധാരാളം മദ്രസ കുട്ടികളുണ്ട്, നിഷ്കളങ്കരായ മക്കൾ. അവരുടെ ഉസ്താദ്മാരെന്നെ ഉണ്ട് ഏകദേശം 15 ആള്. അവരൊക്കെ ആമീൻ പറയുന്നുണ്ട്. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദാ വബൈന മൻകൂഹതിഹി കമാ അല്ലഫ്ത ബൈന നബിയിനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ. ഈ ദാമ്പത്യം നബി തങ്ങളെ ഭാര്യമാരെ കിണക്കി ചേർത്ത പോലെ നല്ല ബന്ധാക്കണേ. ഇപ്പൊ ലോകത്തെല്ലായിടത്തും ശിഥിലമാകുന്ന ദാമ്പത്യം എന്ന വയലിന്റെ വിഷയം തന്നെ. അങ്ങനെ ഇവരാക്കണ്ട, ഇവരെ നന്നാക്കണേ. 499 ആളും ആമീൻ പറയും. ഈ ചെങ്ങായി ആമീൻ പറയൂല. ഇവന് ഫ്രീ കിക്കിന് ഡിഫൻസ് നിൽക്കലുണ്ടല്ലോ, ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നിൽക്കും. ഇവര് ഒന്നിക്കിൽ ഇങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും. തുടരരുത്, ഡേഞ്ചറാണ്. രണ്ടാമത്തെ ദുആ, അല്ലാഹുമ്മ അഖ്റിജ് മിൻഹുമാ ദുരിയത്തുൻ ത്വയ്യിബത്തൻ നാഫിഅത്തൻ ലിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ. ഇവർക്ക് നല്ല മക്കളെ കൊടുക്കണം. എല്ലാവരും ഇവനക്ക് വേണ്ടി ആമീൻ പറയും. ഇവൻ പറയൂല. ബാറക്കല്ലാഹു ലക്കുമാ ബാറക അലൈക്കുമാ വജമഅ അല്ലാഹു ബൈനക്കുമാ ഫീ ഖൈരിൻ വലുത്ഫിൻ വഅഫിയ. ബർക്കത്ത് ചെയ്യും. എല്ലാം ഇവനാമീൻ. ഇക്കാലം കഴിഞ്ഞിട്ട് സമൂസയും കാപ്പിയും കുടിക്കുന്ന സമയത്ത് ഇവനോട് ഇവന്റെ സുഹൃത്തുക്കൾ വെച്ച്, അല്ലടാ എല്ലാവരും നിനക്ക് വേണ്ടിയിട്ടുള്ളത്, നമുക്ക് അർത്ഥമൊന്നും മനസ്സിലായിട്ടില്ല, നിനക്ക് വേണ്ടിയിട്ടുള്ളത്, നീ എന്താ ആമീൻ പറയാത്ത? അപ്പോൾ എൻ്റെ വർത്താനം കേട്ടോ, ഞാൻ വേറെ തന്നെ ഒരു പ്രത്യാശാസ്ത്രത്തിൻ്റെ ആളാണ്. ഞാൻ അള്ളാഹുവിനോട് ഡയറക്റ്റ് വേറെ തന്നെ ചോദിച്ചോളാം, ഇവൻ എന്താ വിളിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കാം. നമ്മുടെ നാട്ടിൽ പൊട്ടന്മാരെ വിളിക്കാൻ ശരിക്കും ഓർമ്മയില്ല, നിങ്ങൾ വിളിച്ചാൽ. 2, 3, ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ടീമായിരിക്കും ഈ വഹാബികൾ. കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു മുജാഹിദ് ജമാഅത്ത് തബ്ലീഗുകാരന്റെ ഉപ്പ ഉമ്മ ഇവിടുത്തെ വലിയ അങ്ങാടിയിൽ നിന്ന് ആക്സിഡന്റ് ആയിട്ട് മരിച്ചു. വയസ്സ് 88 ഉപ്പാക്ക്, ഉമ്മാന്റെ വയസ്സ് 80. ഈ ചങ്ങായി നാട്ടിലില്ല, ഖത്തറിലോ വേറെ എവിടെയാണ്. അവിടുന്ന് അർജന്റ് ടിക്കറ്റ് എടുത്ത് വേഗം കോഴിക്കോട് ഇറങ്ങി പോന്നു. എത്തുമ്പോൾ പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മക്കളെയും ഭാര്യനെയൊക്കെ കൂട്ടിന്. കണ്ടപ്പം തന്നെ കരഞ്ഞുപോയി. മുഖമൊക്കെ ആകെ കലങ്ങിയിട്ടുണ്ട്. നല്ല കരഞ്ഞുപോയി. ആകെ ഇങ്ങനെ കണ്ണീര് ഇങ്ങനെ തുടച്ചേക്കുമ്പോൾ ഈ ചെറിയ മക്കളുണ്ടല്ലോ, അതിലൊരു ചോട്ടുണ്ട് 6ാം ക്ലാസ്, ഫാത്തിമ ഫിദ. അതിങ്ങനെ ഒറ്റ കരച്ചിൽ. എന്താ കാര്യം? ഇന്നലെ രാത്രി വരെ ഉമ്മാമ്മ വീഡിയോ കോൾ ചെയ്തവരെ പറയുന്നുണ്ട് അതിന് ഫിദ മോള് വരുമ്പോ എന്താ ഉമ്മാമ്മ കൊണ്ടുവരുന്നത്? നീ ഉമ്മാമ്മക്ക് സ്വർഗം. ബാക്കി പറയുന്നില്ല, സ്വർഗം ബാക്കി പറയുന്നില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഉമ്മാമ്മക്ക് നീ സ്വർഗം കൊടുക്കണേന്ന് ദ്വാരക്കാൻ പോകുമ്പോ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരെ ഒന്ന് കുന്നിട്ട് തുടക്കൊരു നുള്ളു കൊടുത്തു. മരിച്ചവർക്ക് ദ്വാരക്കാൻ പാടില്ല എന്നറിയില്ലേ?
ഇവനെന്താ പറയുന്നത്? എന്താ മനുഷ്യന്മാർ പിരിച്ചെടുക്കുന്ന ഒരാൾക്ക് ദ്വാരക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു മതം നമ്മളെ റസൂലുള്ളാഹിന്റെ മതം ഉണ്ടാവോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ വിചാരിക്കേണ്ട ഒരാൾ മുജാഹിദ് ജമാഅത്ത് ആവുക തബ്ലീഗ എന്ന് പറഞ്ഞാൽ അവൻ സൈക്കോളജിസ്റ്റായി ആന്ത്രോപോളജിസ്റ്റായി നല്ല പൊട്ടനായി അതിന്റെ അർത്ഥം. തലക്ക് തലച്ചോറും ഇല്ല, നെയ്ച്ചോറും ഇല്ല, വെറുംചോറും ഇല്ല. എത്തപ്പോ ഇതിന് കഥ? ഇത് ഒരാളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇവർ ഓരോ വാദം എടുത്ത് നോക്കുക. എന്താണ് നിങ്ങൾ, എനിക്കെന്താ പ്രശ്നം? നിങ്ങൾ സുന്നികൾ അല്ല അല്ലാത്തവരെ വിളിക്കുന്നത് എന്താ? അള്ളാഹാനെ അല്ലാത്തവരെ വിളിച്ചാൽ അല്ല അല്ലാത്തവരെ വിളിച്ചാൽ കാര്യമില്ല. അപ്പൊ നീ ടോയ്ലറ്റിൽ പോയിട്ട് വെള്ളം തീർന്നു, നീ ആരെ വിളിക്കല്? നീ ആരെ വിളിക്കലില്ല? അപ്പോൾ എൻ്റെ മറ്റേ ഡയലോഗ് ഉണ്ടാവും, അത് ഭൗതികമാണ്, അഭൗതികമായിട്ട് വിളിക്കാൻ പാടില്ല. അഭൗതികമായിട്ട് അതെന്താ സാധനം? അതെന്താ സാധനം? പറയണം. നീ അങ്ങ് ചിരിക്കണ്ട, എന്താ സാധനം? അതെന്താ അഭൗതികമായിട്ട്? ഇവര് വേഗം നമ്മൾ ഈ ചെറുപ്പക്കാർക്ക് തിരിയാത്ത കുറെ ടെർമിനോളജി പറയും. കാര്യകാരണ ബന്ധത്തിൽ അകല്ല അനങ്ങാണ്ട് സാധാ മലയാളം പറയും എന്താ? അത് സാധാരണ കാര്യമാണല്ലോ, മോട്ടറിൽ വെള്ളം തീരല്ലോ. ആ ഉമ്മാനോട് ചോദിക്കാം, അസാധാരണമായ കാര്യങ്ങൾ മനുഷ്യ കഴിവിൽ പെടാത്ത കാര്യങ്ങളെ പറയും. ഓക്കെ, അപ്പൊ മോട്ടർ ഇടാനൊക്കെ അല്ല അല്ലാത്തവരെ വിളിക്കുക അല്ലെ? വിളിക്കുക. മനുഷ്യ കഴിവിൽ പെടാത്ത, നമുക്ക് സ്വന്തം കഴിയാത്തത് അള്ളാനെ വിളിക്കാൻ പറ്റുമോ അല്ലെ? ഓക്കെ. അപ്പൊ ഒരു വലിയൊരു മരക്കഷ്ണമുണ്ട്, അത് എടുത്ത് പൊന്തിക്കാൻ എന്നില്ല. അപ്പൊ ഒരു ആനനോട് അത് പറയുന്നെങ്കിൽ അത് ചെറുക്കാവോ? അങ്ങനല്ല. വരട്ടെ. അങ്ങനല്ല, ആന മുമ്പിൽ ഉണ്ടല്ലോ. എന്നിട്ട് മുമ്പിൽ കാണാത്തവരെ വിളിക്കരുത്, ഉറപ്പ്. ഇനി അങ്ങനല്ല എന്ന് മാറ്റോ? ഇല്ലല്ല. ഓക്കെ. അപ്പൊ നമ്മളെ മുമ്പിൽ നമ്മൾ കാണുന്നില്ല റക്കീബ് അത്തീദ് എന്ന മലക്കുകൾ, അവരെ നമ്മൾ വിളിച്ചു റക്കീബ് അത്തീദ് എന്തെല്ലോ എഴുതി വെക്കുന്നുണ്ട് അല്ലേ? എന്ന് ഞാൻ പറഞ്ഞാൽ കേൾക്കോ ഇല്ലയോ? കേൾക്കൂ എന്ന് പറഞ്ഞാൽ ഓരോ തൗഹീദ് പൊട്ടി, കേൾക്കൂല എന്ന് പറഞ്ഞാൽ ഓരോ ഇസ്ലാം എന്ന് തന്നെ പുറത്തു പോകും. പുറന്താ പറയൽ? അങ്ങനല്ല പോവും. അവന്റെ പേരാണ് മുജാഹിദിന്റെ പേര്, നമുക്ക് അങ്ങനെ ഇടാം. അങ്ങനല്ല. എന്തൊക്കെ പെട്ടുപോകാതിരിക്കണമെങ്കിൽ കുട്ടികൾ നല്ലോണം ജീൻ പഠിക്കും. മദ്രസീന് വേഗം ഒഴിവാക്കുക. ഇവിടെ എത്ര വരെ മദ്രസ? +2 വരെ. +2 എത്ര ആൺകുട്ടികൾ? 5. ഈ 7ാം ക്ലാസ്സിലോ ഏകദേശം പറഞ്ഞു. +2 എത്തുമ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് എന്നാണ് ഡാറ്റ പറയുന്ന കണക്ക്. കുട്ടികളെ പിന്നെ നമ്മൾ കുറേ സുന്നത്ത് നടന്നുകൊണ്ടൊന്നും ഫലവും പറയും. കുട്ടികൾ ഇനി ഇറങ്ങാൻ പോകുന്നൊരു കാലം എന്ന് പറയണത് മുഴുവൻ വിദഅത്തിന്റെയും ലിബറലിസത്തിന്റെയും വാദങ്ങളുടെ നടുവട്ടത്തിലേക്കാണ്. അവിടെ കുട്ടികൾ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ 2 കാര്യം പറഞ്ഞാൽ നിർത്താണ്. ഒന്ന്, നമ്മളെ വീട് മാതൃകാപരമായൊരു വീടാണ്. ഞാൻ എൻ്റെ ഉപ്പനെ കുറിച്ച് ഞാൻ പറയാം, വേറെ ആളല്ല. ഉദാഹരണത്തിന് എൻ്റെ ഉപ്പ ഇന്ന് വരെ ഒരു കറാഹത്ത് എന്ന് ഞാൻ കണ്ടിട്ടില്ല. സുബിക്ക് ശേഷം ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോക്ക് വരെ എൻ്റെ ഉപ്പയിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ നമ്മളെല്ലാവരും, അത് എൻ്റെ ക്രെഡിറ്റ് അല്ല, ഞാൻ അങ്ങനെ എൻ്റെ മക്കൾക്കാവണം എന്നാണ് പറയാൻ ശ്രമിക്കുന്ന ആശയം. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിൽ തഹജ്ജുദ് നിസ്കാരം ആരംഭിച്ച ആളാണ്. എങ്ങനെ തുടങ്ങുന്നറിയോ? പാതിരാത്രിക്കൊക്കെ ചിലപ്പോൾ ഞെട്ടുമ്പോ ഉപ്പ ഇങ്ങനെ നിസ്കരിക്കുന്നതാണ്. ഒരു ദിവസം വാപ്പാനോട് ചോദിച്ചു, വാപ്പ എന്താ ഈ നിസ്കരിക്കണത്? തഹജ്ജുദ്. വാപ്പ എന്താ എന്നെ അതിന് വിളിക്കാത്തത്? മോനെ സുബിക്ക് വിളിക്കുന്നില്ലേ, മോൻ ചെറുതല്ലേ. അപ്പൊ മോന്റെ ചോദ്യം, വാപ്പാക്ക് സുബിയും ഉണ്ട് തഹജ്ജുദും ഉണ്ട്, എനിക്ക് ഒറ്റോന്നല്ലേ ഉള്ളൂ. അത് വാപ്പാക്ക് നരകം പേടിച്ചിട്ടാ. മോനെ നരകം എന്ന് പറഞ്ഞാൽ എന്താ? വാപ്പ തീ, ഭയങ്കര തീയാണ്, ചൂടുള്ള തീയാണത്. അത് ചെറിയ ആള് ഇടൂല, ഇല്ല, വലിയ ആള് മാത്രമേ ഇടുള്ളൂ. അതെ. അല്ല വാപ്പ, ഒരു സംശയം. എന്താ മോനെ? അടുപ്പില് ഉമ്മ തീ കത്തിക്കുന്ന സമയത്ത് വലിയ വിറക് വെക്കുന്നതിന്റെ ഗ്യാപ്പ് ഉണ്ടാവുമ്പോ ചെറുതും വെക്കുന്നതാണ്. മോനെ നാളെ വിളിക്കാം. ഉപ്പയായി, മോനെ ലോകസൂഫിയായി. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇതേപോലത്തെ ചരിത്രം ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം. ഈ അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ 15 വയസ്സായപ്പോ ഉമ്മാനോട് പറഞ്ഞ്, അസ്ബഹ്തു റജുല, ഞാനൊരു ആൺകുട്ടിയായി ഉമ്മ. അപ്പൊ ഉമ്മ തിരിച്ചു ചോദിച്ചൊരു ചോദ്യം എന്താ പറയാ? ഹൽ റഅയ്ത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മോൻ ഇതുവരെ റസൂലുള്ളാഹിനെ കണ്ടിനാ? ഇല്ല. എന്താ ആൺകുട്ടി ചോട്ടാ, നീ എന്താ ആൺകുട്ടി, നീ ഒരാണായിട്ടില്ല, ഇതുവരെ റസൂലുള്ളാഹിനെ കണ്ടോ? എങ്ങനെ കാണാം? നല്ല സ്വലാത്ത് ചെല്ലണം. ചൊല്ലി 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 കണ്ടു.
തിരിച്ചു ചോദ്യം. ഒരു ദിവസം കണ്ടിട്ട് വന്നിട്ട് പിറ്റേന്ന് രാവിലെ എണീച്ചിട്ട് അസ്ബഹ്തു റജുല, ഞാൻ ഒരാണായി ഉമ്മ. അപ്പൊ ഉമ്മാന്റെ ചോദ്യം, ഹൽ റഅയ്തഹു ഫിന്നൗമി അവിൽ യഖള, ഉണർവിൽ തന്നെ കണ്ടോ അല്ല ഉറക്കത്തിലാണോ? ബൽ ഫിന്നൗം, ഉറക്കിൽ. ഉറക്കിൽ കണ്ടതാ കാര്യമായിട്ട് പറയുന്നത്. ഉറക്കിൽ കണ്ടതാ മോന് വല്ല കാര്യമായിട്ട് പറയണത്. അത്തഹിയാത്തിലൊക്കെ സലാം പറയല്ലേ ഉണ്ട്. കാണാത്ത ആളോട് അസ്സലാമു അലൈക്ക അയ്യുഹൻ നബി എന്ന് പറയുന്നത്. മുമ്പിലുള്ള ആളല്ലേ അസ്സലാമു അലൈക്കാന്ന് നേരിട്ട് പറയണെങ്കിൽ കാണണ്ടേ? ഇതുവരെ കണ്ടിട്ടില്ലേ സലാം കാണാത്ത ആളോട് പറയണത്? എന്ത് മോനെ ഇത്? ചോദ്യം പോയി. ഉമ്മാന്റെ ചോദ്യേ, ഒരു ഉമ്മ ഒരു മോനെ ആത്മീയ ലോകത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ഒരു ആശയാണ് പറയണത്. പിന്നെ ഈ മോൻ ആത്മാർത്ഥമായി അത്തഹിയാത്തില് കുഞ്ഞിളം പ്രായത്തിലും മഹബത്തിന്റെ ഹൃദയം കൊണ്ട് സലാം പറഞ്ഞപ്പോ നിബിധങ്ങൾ ഡയറക്റ്റ് സലാം അടക്കുന്നത് ഈ മോന് കേൾക്കുക. അന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞിട്ട് ഓടി വരിക ഉമ്മന്റെ അടുത്തേക്ക്. അപ്പൊ ഉമ്മ പറയാമോ എന്ന് പറയാം, അസ്ബഹത റജുലൻ, മോൻ ഒരാണായി മാറിയിട്ടുണ്ട്, ഇനി എൻ്റെ മോന് മോനായിട്ടുണ്ട്. കണ്ട, ഉപ്പയും ഉമ്മയും ആത്മീയ ലോകത്താണെങ്കിൽ ഇനി കുട്ടികളെ നന്നാവാൻ വേറെ ഒരു ലോകത്തേക്ക് വിടണ്ട. ഉമ്മ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പായയിൽ ഇരിക്കുമ്പം ഉപ്പ ഇങ്ങനെ തളർന്നു വരികയാണ്. ആ ചുമയുടെ ചെറിയ സൗണ്ട് കേട്ടപ്പോ ഉമ്മ ഓടിപ്പോയിട്ട് നിസ്കാരക്കുപ്പായം തന്നെ അഴിക്കാൻ നേരമില്ലാതെ വേഗം വെള്ളം എടുത്ത് ഫ്ലാസ്കിന്നോ പാത്രത്തിന്നോ ചുടുവെള്ളം ഒഴിച്ചിട്ട് ഉപ്പ ഗേറ്റിന്റെ അടുത്തുനിന്ന് വാതിലിന്റെ അടുത്ത് സ്റ്റെപ്പിന്റെ അടുത്തുമ്പോ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് കൈമിൽ. ഇത് കാണുന്ന ഫൗസിയ എൻഗേജ്മെന്റ് കഴിഞ്ഞ മോൾക്ക് ഇനി ഒരു പ്രീ മെരിറ്ററി ക്ലാസിന്റെ ആവശ്യമൊന്നുമില്ല. ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം, യൂട്യൂബിൽ ഇന്നാളുടെ പ്രഭ ഒന്നും നിങ്ങൾ കേൾപ്പിക്കണ്ട, നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുത്താൽ മതി. പക്ഷെ ഇന്നതല്ല ഉണ്ടാവുക. ഉപ്പ സ്ട്രോക്കിന്റെയും ബ്ലോക്കിന്റെയും ആളാണ്. ഇങ്ങനെ ചുമച്ചോണ്ടിരിക്കുമ്പോ പെണ്ണ് ഹെഡ്സെറ്റ് ഊരിയിട്ട് ഫ്ലാസ്കിൽ വെള്ളം കൊണ്ടേച്ച നിങ്ങൾക്ക് ദാഹം ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല. ഏതെങ്കിലും ദിവസം കൊണ്ടേച്ചിട്ട് നിങ്ങൾക്ക് ഭയങ്കര ദാഹം, അയാൾ എല്ലാ ബ്ലോക്കും പോയിട്ടുണ്ടാവും, എല്ലാ ബ്ലോക്കും പോയിട്ടുണ്ടാവും. ഹെഡ്സെറ്റ് ഊരിയിട്ട് എന്താണ് കുറെ നേരം വിളിക്കുന്നു, കുറച്ച് വെള്ളം നോക്കട്ടെ മോളെ, ഞാൻ മദീനയിലേക്കുള്ള പാത, നിങ്ങൾ വലിയ ഓറന്നെ എത്തൂല, മദീനയില്ല. ഏത് മദീന നിങ്ങൾ വിചാരിക്കും? ആരാ മദീനയെ ഉദ്ദേശിച്ചത്? ആരാ മദീനയെ നമുക്ക് എന്താ പഠിപ്പിച്ചെന്നത്? ഖദീജ ബീവി മല കയറിയിട്ട് എന്താ ഇപ്പൊ കൊണ്ടു കൊടുത്തത്? നമ്മളെന്താ പഠിപ്പിക്കേണ്ടത്? നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കണം, നമ്മളെ വീട്ടിൽ തന്നെ. ഉമ്മാക്ക് തീരെ വയ്യ ഒരു ദിവസം. അപ്പൊ ഉപ്പ ഗുളിക വായിലിട്ട് കൊടുക്കുന്നതും നെറ്റി കാല് തടവി കൊടുക്കുന്നൊക്കെ ഉപ്പ ഉമ്മാക്ക് ചെയ്തു കൊടുക്കുന്നത് ആൺമക്കൾ കണ്ടാലേ ഇനി ഒരു കുടുംബ പ്രശ്നം നമ്മളെ മക്കളെ കൊണ്ട് ഉണ്ടാവില്ല. ഉമ്മ പറയാണ് ഉപ്പാനോട്, ചെറുപ്പക്കാരനായ ഭർത്താവിനോട് പറയാണ്, ഗസ്റ്റ് വരുന്നുണ്ട്, എനിക്ക് തീരെ വയ്യ, എന്നാലും ഞാൻ പത്തിരിയും നെയ്ച്ചോറും ഞാൻ ആക്കാം, നിങ്ങൾ ആ 2 ബാത്റൂം ഒന്ന് കഴുകോ എന്ന് പറയുമ്പോ ഞാൻ കഴുകാനാ, എനിക്കൊരു പ്രത്യേകിച്ച് എന്ന് പറയുകയാണെങ്കിൽ പിള്ളേർ എന്താ പഠിക്കല് എന്ന് ബാക്കി നമുക്കറിയാലോ. അപ്പൊ നമ്മളെ വീട് മാതൃകാ വീടാണ്. രണ്ടാമത്തെ പറഞ്ഞാൽ നിർത്താം, കുട്ടികളെ നന്നായി ദീൻ പഠിപ്പിക്കും, നല്ലോണം. എത്ര പഠിപ്പിക്കും. അൽഹംദുലില്ലാ മലപ്പുറം ജില്ലയിലെ ആപേക്ഷികമായി മറ്റ് ജില്ലയെ അപേക്ഷിച്ച് ധാരാളം ആലിമീങ്ങളും മുത്താലിമീങ്ങളും ഉണ്ട്. ഇനിയും ആ ഒരു ആശയം നമ്മൾ തുടർന്ന് കൊണ്ടുപോകും. ഒരാലിമായ മോന് കൈപിടിക്കണ പോലെ, ഹാഫിളായ മോന് കൈപിടിക്കുന്ന പോലെ ആരാ നമ്മളെ കൈപിടിക്കുക? ഒരാലിമിനെ ഗർഭം ചുമന്ന ഉമ്മാൻ എങ്ങനെയാ ഖബറിൽ ശിക്ഷിക്കുക? ആലിമീങ്ങളായ മക്കളുടെ തോളത്ത് മയ്യത്ത് കട്ടിലും ചുമന്ന് ആ യാത്രയപ്പിന്റെ സന്തോഷം എന്തായിരിക്കും ഉമ്മമാരെ? എന്തായിരിക്കും സന്തോഷം? കഴിഞ്ഞ ദിവസമല്ലേ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ആണ്ട് കഴിഞ്ഞത്? അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ഒക്കെ ഖൽബ് അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. ആ ഷാഫി ഇമാമക്ക് എത്ര കഷ്ടപ്പെട്ട് വളർന്നതാ. വനശഅ ഫീ ഹിജ്രി ഉമ്മിഹി യതീമൻ. നവവി ഇമാം പറയുന്നതാണ് തഹ്ദീബുൽ അസ്മാ വൽ ലുഗാത്തിൽ. ഉമ്മാന്റെ മടിയിൽ യതീമായിട്ട് വളർന്ന മോനാ ഷാഫി ഇമാം. ആരുമില്ല. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ആ മഹാനവറുകൾക്ക് എഴുതാനുള്ള പേജുകൾ, അന്നത്തെ പേപ്പർ എന്ന് പറയുന്ന സംവിധാനങ്ങൾ, ആ കാലത്ത് എഴുതാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ വാങ്ങാനില്ലാത്തതുകൊണ്ട് അറവ് ശാലയിൽ പോയിട്ട്, കശാപ്പ് ശാലയിൽ പോയിട്ട് അറവ് മൃഗത്തിന്റെ എല്ലുകൾ എടുത്തു വന്ന് അത് കഴുകിയിട്ട് അതിൻ്റെ മേലെ ഇൽമ എഴുതി വെച്ചിട്ട് പഠിച്ചാളാ ഷാഫി ഇമാം.
ഷർമോദബിലുണ്ടല്ലോ, ഒരു ഘട്ടത്തിൽ ഷാഫി ഇമാമിന്റെ വീടിന്റെ ഒരു സൈഡിലെ റൂമിൽ മുഴുവൻ എല്ലുകളായിരുന്നു. വാതിൽ തുറന്ന ഫുള്ള് എല്ലാം ഉള്ളത്. അതിൽ മൊത്തം ഇൽമ എഴുതി വെച്ചിട്ട് ഫീസ് കൊടുക്കാൻ വകയില്ലാത്തോണ്ട് ദർസിന്റെ പുറത്തിരുന്നിട്ട് ഷാഫി ഇമാമ് പഠിച്ച കാലം ഉണ്ടായി. അത്രയും കയ്യിലൊന്നുമില്ല. അന്നേരം ഉപ്പിയില്ലാത്ത ഈ മോനെ വളർത്തിയ ഉമ്മ ചിന്തിച്ചത് ഒരു മോൻ ആലിമായി കിട്ടണമെന്ന, വേറൊന്നുമല്ല. എൻ്റെ മോൻ ഇപ്പൊ ഒരു ദഅവയിലോ ശരീഅത്തിലോ പറഞ്ഞയച്ചാൽ, ദർസിൽ പറഞ്ഞയച്ചാൽ എനിക്കെന്താ കിട്ടാന്നല്ല ചിന്തിക്കേണ്ടത്. ഷാഫി ഇമാമിന്റെ ഉമ്മ ഖബർന്ന് ആസ്വദിക്കുന്ന ആസ്വാദനം എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മാലിക് ഇമാമിന്റെ ദർസില് ചേർന്ന സമയത്ത് വളരെ പിന്നിലാണ് ഈ ചെറിയ മോൻ ഇരിക്കണത്. മാലിക് ഇമാമി ഇൽമ ഇങ്ങനെ ഹദീസ് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഷാഫി ഇമാമ് തന്റെ വലത് വിരൽ കൊണ്ട് ഇടത്തേക്ക് ഇതിന്റെ പുറം ഭാഗത്ത് ഇങ്ങനെ എഴുതുന്നുണ്ട്. വറമക്കഹുൽ ഇമാം മാലിക്. മാലിക് ഇമാം ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു നോക്കി. എന്താ ഈ കുട്ടി ചെയ്യണത്? ഹദീസിന്റെ ക്ലാസ്സിൽ കളിക്കാണ്. 18ാമത്തെ ഹദീസ് എടുത്ത് ക്ലാസ് അവസാനിപ്പിച്ചിട്ട് എല്ലാവരോടും പോയിക്കോന്ന് പറഞ്ഞു. ഈ കുട്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ പേര്, നാടെവിടെ? മോനെ ഹദീസിന്റെ ക്ലാസ്സിൽ കളിക്ക. എന്താ കളിക്കുന്നത്? ഹദീസിന്റെ ക്ലാസ്സിൽ ബഹുമാനം വേണ്ടേ? സാർ ഞാനൊന്ന് കളിക്കല്ലോ സാർ. പിന്നെന്താ മോൻ ചെയ്യണത്? അന്ന് ചെറിയ പ്രായമുണ്ടത്രേ. മോൻ എന്താ പിന്നെ ചെയ്യണത്? മാലിക് ഇമാമിന്റെ ചോദ്യം. അത് ഞാന് ഇൽമ എഴുതി വെക്കാണ്. എന്താ ഇങ്ങനെ എഴുതി വെക്കുന്നത്? അത് പേപ്പറും മഷിയും പേനയൊന്നും വാങ്ങാനുള്ള പണമില്ല, ഒന്നുമില്ല എൻ്റെ കയ്യിലൊന്നും വാങ്ങാനില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട് എങ്ങനെ എഴുതി വെക്കണം. മാലിക് ഇമാമിന്റെ കണ്ണി പറഞ്ഞു. മോൻ അങ്ങനെ എഴുതി വെച്ചാൽ മോനക്ക് ഓർമ്മ ഉണ്ടാവും പൊന്നെ. ആ ഉസ്താദ് 18 ഹദീസല്ലേ എടുത്തത്. അതെ, ഉസ്താദ് മുതല്ലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള സനദും അപ്പർണ മത്തിനിന്റെ ഹദീസിന്റെ വാക്കുകളും ഞാൻ പറയട്ടെ. ഒന്ന്, ഹദ്ദസന ഉസ്താദ് മാലിക് അൻ നാഫിഅൻ അൻ ഇബ്നു ഉമറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. 18 പറഞ്ഞപ്പോൾ മാലിക് ഇമാമിന്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ മോനിക്ക് നല്ല ഭാവിയുണ്ട് മോനെ എന്ന് പറഞ്ഞ് നല്ല ദ്വാർന്നു കൊടുത്തു. ആ മോന്റെ യാത്ര തുടങ്ങി, ജൈത്ര യാത്ര. അങ്ങനെ വലിയ പണ്ഡിതനായി. ആലിമു ഖുറൈശിൻ യംലൗ തിബാഖൽ അർളി ഇൽമ. ഈ ലോകം മുഴുവൻ വിവരത്തിക്കുന്ന പണ്ഡിതനായി മാറി. ആരോ 1000 ദിർഹം ഹദിയായിട്ട് കൊടുത്തു. അത് കിട്ടിയിട്ട് ഷാഫി ഇമാം ഇങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ചെറിയ കൂരയിന്ന് ഉമ്മ ഇങ്ങനെ നോക്കുമ്പോൾ മോന് ഷാഫിന്റെ കയ്യിൽ എന്തോ ഉണ്ട്, പണത്തിന്റെ കിറ്റാന്ന് മനസ്സിലായപ്പോ മോനോട് പുറത്തേക്ക് നോക്കിയിട്ട് പറയാ, അയ്യേ മോനെന്താ പണമൊക്കെ എടുത്തിട്ട് വരുന്നത്? മോനാവുന്നൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടില്ല. നമുക്കൊന്നും ഇല്ലാണ്ടല്ലേ നമ്മൾ അള്ളാഹുയിലേക്ക് എത്തിച്ചത്. നമുക്കെന്തിനാ പണം? നമുക്കെന്തിനാ ദുനിയാവ് മോനെ? നമുക്കെന്തിനാ അതൊക്കെ? മോനൊന്നും ഇല്ലാണ്ടല്ലേ വീട്ടിൽ നിന്ന് പോയത്, പിന്നെന്ത് ഇതൊക്കെ എടുത്തിട്ട് വരുന്ന? അയ്യ വന്ന് വേണ്ടാണ്. നമ്മളെ വീട്ടിലേക്ക് അതൊന്നും കയറ്റണ്ട മോനെ. മോന് പാവങ്ങൾക്കെല്ലാം സ്വതക്ക ചെയ്തിട്ട് വാ. മോന് വെറും കൈയോടെ, എൻ്റെ പൊന്നു മോനെ ഞാൻ എങ്ങനെയാ യാത്ര അയച്ചത്, ആ പൊന്നു മോനെ അങ്ങനെ തന്നെ അങ്ങോട്ടേക്ക് വാ. അങ്ങനെ എല്ലാ ഫുഖറായിനും കൊടുത്തിട്ട് തിരിച്ചു. കോടിക്കണക്കിന് മനുഷ്യന്മാര് നിസ്കരിക്കും, നോമ്പെടുക്കുമ്പോൾ, ഹജ്ജ് ചെയ്യുമ്പോൾ, സക്കാത്ത് കൊടുക്കുമ്പോൾ, സുഹൃതങ്ങൾ ചെയ്യുമ്പോൾ, തോഫ നിഹായ മോഹിനി, അസ്നൽ മത്തോലിബ്, ഫത്തുൽ മുയിനി എന്തോതുമ്പോൾ മുഴുവൻ ക്രെഡിറ്റ് കോടിക്കണക്കിന് മോമിനിങ്ങളുടെ കൂലി ഡെയിലി വാങ്ങുന്ന ആളാണ് മിസറിൽ കിടക്കണ ഷാഫി ഇമാം. ആ ഷാഫി ഇമാമിന്റെ അടക്കം കൂലി വാങ്ങുന്ന ഒരാളാണ് ചിത്രത്തിലില്ലെങ്കിലും ചരിത്രത്തിന്റെ ഭാഗമായ ആ ഉമ്മ. ആ ഉമ്മയാവാൻ നമുക്ക് കഴിയുമെന്നാണ് കർട്ടന്റെ അപ്പുറത്തുള്ള ഉമ്മമാരോട് ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യം. അതൊന്നും വേണ്ട. അതാണ് ഗസാലി ഇമാം പറഞ്ഞത്, നമ്മളെ മക്കള് സ്വാലിഹ്യങ്ങളാണെങ്കിൽ റഫ് തനഉമ് പഠിപ്പിക്കാൻ പാടില്ല. മുന്തിയത് മാത്രം കൊടുക്കുക. ഉച്ചക്കത്തെ കറി രാത്രി കഴിക്കൂല, വേറെ തന്നെ സ്പെഷ്യൽ ആയി കൊടുക്കുക. പുതിയ പുതിയ ഡ്രസ്സ് മാത്രമായി കൊടുക്കുക. ഇന്നലെ പച്ച, എല്ലാവരും ഡ്രസ് കോഡ്. ഇന്ന് ചുവപ്പ്. കാരണം ഇന്നലെ ഇളയമാൻ്റെ മോളെ കല്യാണം, ഇന്ന് മൂത്തമ്മാൻ്റെ മോളെ കല്യാണം. ഭാര്യക്ക് ഇന്നലെ ആയിരിക്കും പെരുന്നാൾ കഴിഞ്ഞത്, 4 ദിവസം കഴിഞ്ഞിട്ടുള്ള കല്യാണത്തിന് വേറെ ഡ്രസ്സ്. എന്തുകൊണ്ട്? ഇന്നാണ് പെരുന്നാൾക്കിട്ട ഡ്രസ്സ് എല്ലാവരും കണ്ടില്ലേ, ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ റഫ് തനഉമിൽ കുട്ടികളെ വളർത്തിയാൽ ആ കുട്ടികൾ നന്നാവുമെന്ന് വിചാരിക്കേണ്ടതാണ്. ഞാൻ പിന്നെ പിള്ളേർക്ക് ഒരു വിഷമവും പഠിപ്പിച്ചിട്ടുള്ളൂ സാർ. വേണ്ട എല്ലാം വാങ്ങിക്കൊടുത്തു. നമ്മളെത്ര ദാരിദ്ര്യത്തിലാണെങ്കിൽ അവർക്ക് എന്ത് വാങ്ങിക്കൊടുത്തു. ഇതല്ല ജീവിതം എന്ന് പറയുന്നത്. ഇതല്ല ജീവിതം എന്ന് പറയുന്നത്. കുട്ടിയൊക്കെ ഒരു പച്ചപ്പുള്ള ജീവിതം പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പഠിപ്പിക്കാൻ ചെറിയൊരു ചരിത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. വഫയാത്തുൽ അയാനിൽ ഇബ്നു ഖല്ലിഖാൻ റഹിമഹുല്ല ഈ ചരിത്രം കൊണ്ടുവരുന്നുണ്ട്. ധാരാളം മഹാന്മാർ കൊണ്ടുവരുന്നുണ്ട്. എന്താ ചരിത്രം?
ഫറൂഖ് എന്ന് പേരുള്ള ഒരാൾ തൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കെ 30,000 ദിർഹം, ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി, ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണം. പഴയ കാലത്തെ കഥകളാണ് പറയണത്. ഇപ്പോൾ ഓരോ രാജ്യത്തിന്റെ കറൻസികൾക്ക് കുവൈത്ത് ദിർഹം, ദീനാർ എന്ന് പറയും, KD, UAE ദിർഹം, അത് കറൻസിയുടെ പേര്. പണ്ട് ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി. അതിന് ഈ വെള്ളിക്കും സ്വർണത്തിനും അങ്ങനെ പേര് വരാനുള്ള കാരണം ഈ പണം കൂടുതലുള്ള ടെൻഷൻ കൂടുതലായിരിക്കും. ദിർഹം അധികമായിരിക്കും, ടെൻഷൻ. അതാണ് ദീനാറിന് അങ്ങനെ പേര് വരാൻ കാരണം. അതിനെ കൊണ്ട് ദീനും വാങ്ങാം, കുട്ടികളെ തക്കാഫുൽ ഏറ്റെടുത്ത്, നരകവും വാങ്ങാം ഹറാമിന് ചെലവഴിച്ചിട്ട്. ദീൻ പ്ലസ് നാർ, അതാണ് ദീനാർ. അങ്ങനെ പേര് വരാനുള്ള കാരണം അതാ. ഏതായാലാവട്ടെ, 30,000 ദിർഹം ഭാര്യനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ പ്രഗ്നന്റ് ആണ്, ഹാമിലാണ്, പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇൽമു പഠിക്കാനാണ്, പഠിപ്പിക്കാനാണ് ഈ ദിർഹം തരുന്നതെന്ന് പറഞ്ഞിട്ട് ഫറൂഖ് പോയി. 27 കൊല്ലം കഴിഞ്ഞിട്ട് തൻ്റെ പഴയ വീട് തപ്പിപ്പിടിച്ച് വാതിൽ മുട്ടിയിട്ട് ഇങ്ങനെ വന്നു ഫറൂഖ്. അന്ന് ഫറൂഖിന് കുറച്ച് പ്രായമായിട്ടുണ്ട്, അത്യാവശ്യം പ്രായമായിട്ടുണ്ട്. 27 കൊല്ലം കഴിഞ്ഞിട്ട് പഴയ ഓർമ്മയിൽ വാതിൽ മുട്ടി തുറന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനാ. ആരാന്നോ? എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആരാന്ന് ഇങ്ങോട്ട് ചെയ്യും? എന്താ നിങ്ങൾ പറയണത്? നിങ്ങളല്ലേ ഈ വീടിന്റെ വാതിൽ മുട്ടിയത്, എന്നിട്ട് ഇങ്ങോട്ട് എന്നോട് ചൂടാകുന്നതേ? ആരാ നിങ്ങളാരാ? എൻ്റെ വീട്ടിൽ കയറിയിട്ട് എന്നോട് ആരാ നിങ്ങളോട് ചോദിച്ചാൽ ഇപ്പൊ എന്താ പറയല്? ഈ ശബ്ദം കുറച്ചൊന്ന് ഉയർന്നു വന്നപ്പോൾ നാട്ടുകാരിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി മസ്ലഹത്തിന്റെ ചർച്ചയിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് വീട്ടിന്റെ ഉള്ളിൽ നിന്നൊരു പെൺ ശബ്ദം. പെണ്ണെപ്പോ ഉള്ളിതാണ്, പുറത്തല്ല. അത് ഹിജാബായാലും ഉടുപ്പിയാലും ശരി, പെണ്ണെപ്പോ ഉള്ളിലേ ഉണ്ടാകാൻ പറ്റുള്ളൂ. പെൺ ശബ്ദം. നാട്ടുകാർ നിങ്ങൾ പിരിഞ്ഞു പോയിക്കോളി, ഈ വന്ന ആള് എൻ്റെ ഭർത്താവാണ്, ഓർക്കറിയില്ല ഇതെന്റെ മോനാണ്. 27 കൊല്ലം മുമ്പ് ഓർ പോയതാ. അന്ന് ഞാൻ ഭാര്യ ആയിട്ട് ഗർഭിണിയായിരുന്നു. ഞാൻ പിറ്റത്തെ കൊല്ലം പ്രസവിച്ച് ഈ മോനാ. ഈ മോനിക്ക് 26 വയസ്സായി. ഇത് വാപ്പി മോനുമാ. അവർക്ക് അറിയാത്തോണ്ടാ. പരസ്പരം കെട്ടിപ്പിടിച്ച് പൊരുത്തപ്പിടിച്ച് ഫറൂഖ് വീട്ടിന്റെ ഉള്ളിലേക്കും കയറി, ഈ മോന് പുറത്തേക്കും പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഫറൂഖ് ഭാര്യനോട് ചോദിച്ചു, അല്ല, ഞാനൊരു 27 കൊല്ലം മുമ്പ് പോകുമ്പോൾ 30,000 ദിർഹം തന്നിട്ടില്ലേ? അതെവിടെ പോയി? അല്ല, ചാക്ക വെക്കേണ്ട അടുത്ത് വെച്ച് ഇത് കേറിയ പാടിന് അത് ചോദിക്കല്. നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് മദീനത്തെ പള്ളി, മദീനയാണ് നാട്, മദീനത്തെ പള്ളി പോയിട്ടൊന്ന് നിസ്കരിച്ച് ഫ്രഷ് ആയിട്ട് വരിക. അങ്ങനെ മദീനത്ത് പള്ളി പോയി. പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 100 കണക്കിന് ആലിമീങ്ങൾ പങ്കെടുക്കുന്ന, നമ്മളെ പൊന്മള ഉസ്താദിന്റെ ദർശനം പോലെ പണ്ഡിത ദർസ്, ഭയങ്കര ദർസ്. മാലിക് ഇമാം അടക്കം ശിഷ്യന്മാർ. ഷാഫി ഇമാമിന്റെ ഉസ്താദാണ് മാലിക് ഇമാം. മാലിക് ഇമാം ശിഷ്യൻ. അപ്പൊ ഉസ്താദ് ആരായിരിക്കും? അങ്ങനെ ഉസ്താദിനെ നോക്കാൻ ഫറൂഖ് ഇങ്ങനെ ശ്രമിക്കുമ്പോൾ അല്ല, ഉസ്താദ് ഇങ്ങനെ തല ചെരിഞ്ഞ് ഒരു 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 എന്നെ ആരും കാണണ്ടെന്നുള്ള മട്ടത്തിൽ ഇങ്ങനെ ചിരിച്ചു വെക്കുന്നുണ്ട്. കുറച്ചുകൂടി സൂക്ഷ്മതയോടെ നോക്കിയപ്പോൾ നേരത്തെ ഭാര്യ പരിചയപ്പെടുത്തിയ മോന്. ഇത്രയും വലിയ മല പോലത്തെ അലിമീങ്ങൾക്ക് ദർശനം. ഫറൂഖ് കണ്ണിങ്ങനെ വെള്ളം വരാൻ തുടങ്ങി സന്തോഷം കൊണ്ട്. തന്നെ കൊണ്ട് കഴിയുന്ന സ്പീഡിൽ വീട്ടിലേക്ക് ഓടി വന്ന് ഭാര്യനോട് പറഞ്ഞു, ഞാൻ ഭയങ്കര അത്ഭുതം കണ്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചു, എൻ്റെ മോനെ വലിയ ആലിമീങ്ങൾക്ക് ദർശനം നടത്തുന്നത്. അപ്പോൾ ഭാര്യ തിരിച്ചു പറയാം, കൂടുതൽ പറയാം, നിങ്ങൾ തന്ന 30,000 അതിന് വേണ്ടിയിട്ടാണ് ഈ 26 കൊല്ലമായിട്ട് ചെലവാക്കിയത്. വെക്കണ്ടടുത്ത് തന്നെയല്ലേ വെച്ചത്? യെസ്, ഈ വെക്കണ്ടടുത്ത് വെച്ചത്. ആ മഹാന്റെ പേരാണ് മാലിക് ഇമാമിന്റെ അടക്ക ഉസ്താദായ റബീഅത്തുർ റൈഇ റളിയല്ലാഹു അൻഹു. ഒറ്റക്ക് ഉമ്മ. ഇപ്പൊ ഈജിപ്തിൽ ഒരു ബുക്ക് ഫെയർ നടക്കുന്നുണ്ട്, കൈറോ ബുക്ക് ഫെയർ എന്ന് അതിന്റെ പേര്. അവിടുന്ന് കിട്ടും ഒരു കിതാബ്. ആ കിതാബിൽ എന്താ ഉള്ളതെന്ന് പറയാം, 150 മഹദിമാർ, മക്കളെ വളർത്തിയ മഹാന്മാരാക്കിയ 150 മഹദിമാർ. ഏകദേശ മഹാന്മാരുടെയും ചിത്രത്തിനും ചരിത്രം നോക്കിയാൽ മനസ്സിലാവും ഉപ്പ നേരത്തെ മരിച്ചിട്ടുണ്ട്. ഉമ്മയാണ് ഇതിന്റെ ഒരു പിടിവള്ളിയായിട്ടുണ്ടായത്. ഉമ്മ സുഫിയാനു സൗരി തങ്ങളുടെ ഉമ്മ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മോനെ വളർത്തിയത്. നെയ്ത്ത് ജോലിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ശമ്പളം കൊണ്ടാണ് മോനെ പഠിപ്പിക്കല്. മോനെ പഠിക്കാൻ അയച്ചു. 20 കൊല്ലം കഴിഞ്ഞിട്ട് മോൻ തിരിച്ചു വന്നു. വാതിൽ മുട്ടി. ആരാ? സുഫിയാൻ. ഏത് സുഫിയാന്? അയ്യോ സുഫിയാൻ. ഏത് സുഫിയാന്? ഇബനുക്ക് സുഫിയാൻ, ഉമ്മാരെ മോന് സുഫിയാൻ. മോനാ. മോനെ, നമ്മൾ അന്ന് 20 കൊല്ലം മുമ്പ് കരാറാക്കിയത് ഇങ്ങനല്ലല്ലോ. പിന്നെന്തുമ്മ? സ്വർഗത്തുനിന്ന് കാണാന്നല്ലേ? അതിനെ ദുന്യാവിലേക്ക് വന്നത്? വേണ്ടവനെ, മോനെ ഇനി പഠിച്ചോളി, നമുക്ക് സ്വർഗത്തുനിന്ന് കാണാമെന്ന് ഉമ്മ. ആ ഉമ്മാന്റെ സുഖം എന്തായിരിക്കും ഇപ്പൊ ഖബറില്? ഇതെന്താ മോനെ പറഞ്ഞേക്കാത്തത്? ആ ഉസ്താദ് എന്താന്ന് വെച്ചാൽ ഓനെയും കൂടി പറഞ്ഞാല് തക്കാളി വാങ്ങാനല്ല ആരും ഇല്ലേന്ന്. അയ്യേ, ചീന തക്കാളി പിള്ളേരെ കൊണ്ട് വാങ്ങുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത്, വബ്തഗി ഫീമാ ആതകല്ലാഹു ദാറൽ ആഖിറ. മക്കളെ കൊണ്ട് സ്വർഗം വാങ്ങാൻ നമുക്ക് പറ്റണം. അള്ളാഹു ഈ സദസ്സിനൊരു കാരണാക്കട്ടെ.
നമ്മളെ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളാക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.